കഴിഞ്ഞ ക്ലാസ്സുകളിലുള്ള സംശയങ്ങളുടെ ഒരു നിവാരണമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. എന്നിട്ട് ധ്യാനത്തിന്റെ കുറച്ച് മറ്റു ഭാഗങ്ങൾ കൊണ്ട് എടുക്കാനുണ്ടല്ലോ, അതുകൂടെ എടുക്കാൻ പറ്റും നോക്കാം. ഏതായാലും ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഈ പ്രകടനത്തിലേക്ക് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ആചാര്യജി എൻ്റെ അടുത്ത് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഒന്ന് സൂചിപ്പിക്കുമോ? തീർച്ചയായിട്ടും. പിന്നെ ആഭിചാരവുമായിട്ട് ബന്ധപ്പെട്ട് അഥർവ്വവേദീയം എന്നൊക്കെ പലരും ധരിച്ചു വച്ചിരിക്കുന്നതും അതിന്റെ ഫാക്ട് എന്താണ്? ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഡസ് ഇറ്റ് എവർ വർക്ക് അറ്റ് ഓൾ? അങ്ങനെയാണെങ്കിൽ അതെന്ത്, അതിന്റെ അടിത്തറ അത് നമ്മൾ സൂചിപ്പിച്ചു വെച്ചമ്മ അങ്ങനെ അടുത്ത് പറഞ്ഞു ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് പറയണ്ടേ? ശരി ശരി ശരി. അപ്പോൾ അത് ഇന്ന് വളരെ പ്രസക്തമായ ഒരു വിഷയമാണത്. ഇപ്പോൾ കൂടുതലും നമ്മൾ അത് സിനിമയിലും എത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമയും ആ വിഷയത്തിൽ റിലീസാവുമോ? അപ്പോൾ അങ്ങനെ വളരെ സജീവമായ സമൂഹത്തിൻ്റെ ശ്രദ്ധ നിൽക്കുന്ന ഒരു വിഷയമാണത്, നിഗൂഢമായത്. അതിൻ്റെ ഇപ്പം നമ്മൾ ചർച്ചാ വിഷയവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നമ്മൾ മാർഗമാണല്ലോ പറഞ്ഞത്. മാർഗം അല്ലെങ്കിൽ ഗതി, യാനം എന്ന് പറയുന്ന പദ്ധതിയാണ് നമ്മൾ സംസാരിച്ചത്. അതിൽ ഈ വിഷയത്തെ ബന്ധിപ്പിക്കേണ്ടത് ആദ്യത്തെ മന്ത്രം, ദേവയാനത്തെ വിധിക്കുന്ന ആദ്യത്തെ മന്ത്രം. 3 യാനങ്ങളുള്ളതിൽ ദേവയാനം, അസുരയാനം. അപ്പോൾ അതിൽ അസുരയാനം എന്ന് പറയുന്ന ഭാഗത്താണ് ഇത് വരുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള നിഷേധം, വിധിയും നിഷേധവും ആദ്യത്തെ മന്ത്രത്തിൽ തന്നെയുണ്ട്. മാ ഗൃധ കസ്യ സിദ്ധനം. ആ ഗൃധ ശബ്ദത്തിന് ലിപ്സ, അതിമോഹമാവത്തെന്ന് നമ്മൾ പറയുമല്ലോ. അതിമോഹം, അഭിലാഷം, അതുപോലെ തന്നെ കാമം. നിഷ്കാമമാണ് ചെയ്യേണ്ടതെങ്കിൽ, കർമ്മം നിഷ്കാമമാകണം എന്ന് പറഞ്ഞാൽ ഈശ്വരന് സമർപ്പിക്കാൻ യോഗ്യമാകണം. ഈശ്വരന് സമർപ്പിക്കുന്നത് ആ ഉദ്ദേശത്തോടുകൂടി അല്ലാത്തത്, യജ്ഞഭാവനയോട് കൂടി അല്ലാത്തത്. ഇപ്പോൾ യജ്ഞോ വൈ വിഷ്ണു എന്ന് പറയുമ്പോൾ ഈശ്വരനും വിഷ്ണുവും രണ്ടല്ല, നമ്മോടൊപ്പമുള്ള അന്തര്യാമിയായി നമ്മോടൊപ്പം പ്രപഞ്ച സംവിധായകനായിട്ട് നമ്മോടൊപ്പം ഇരിക്കുന്ന ഏകരാജാവായ ഈശ്വരനോട് ചേർന്നുകൊണ്ട് ഈശ്വരൻ്റെ രാജപദവിയെ, അധ്യക്ഷ പദവിയെ, കർമ്മത്തിന് ഈശ്വരൻ അധ്യക്ഷനാണ്. അപ്പോൾ ഈശ്വരൻ്റെ മുമ്പിലാണ്, ഈശ്വരനോടൊപ്പമാണ് നമ്മൾ കർമ്മകാണ്ഡം പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ഈശ്വരന് സമർപ്പിക്കേണ്ട കർമ്മം, മനുഷ്യകർമ്മം ഈശ്വരന് സമർപ്പിക്കേണ്ടതാണ്, വിധിവത്തായിട്ട് ചെയ്ത് ഈശ്വരന് സമർപ്പിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ മന്ത്രത്തിൽ കുർവന്നേവേഹ കർമാണി എന്ന് നിർദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യാത്ത എല്ലാ കർമ്മങ്ങളും സകാമകർമ്മങ്ങളാകും. കാരണം നിഷ്കാമത്തിലാകെ ഉള്ളത് എന്താണ്? ഫലാകാംക്ഷ ഒഴിവാക്കുന്നേ ഉള്ളൂ. നമുക്ക് കർമ്മം ചെയ്യുന്നത് കൊണ്ടുണ്ടാവേണ്ട പ്രയോജനം ഒഴിവാകുന്നില്ല. പ്രയോജനമില്ലാതെ ആരും പ്രവർത്തിക്കത്തില്ല. അപ്പോൾ സത്പ്രയോജനമാണ് നമ്മളുടെ എല്ലാ കർമ്മത്തിൻ്റെയും പിന്നിലുള്ള പ്രധാന ചോദന. ആ ചോദന എല്ലാ കർമ്മത്തിലും ഉണ്ടാവും. ഫലം നമ്മൾ കർമ്മം ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടും പ്രയോജന ചിന്ത ഉണ്ടാവണം. അത് അടിത്തട്ടിലുണ്ട്. ഫലം ആഗ്രഹിക്കാതെ ആരും കർമ്മം ചെയ്യില്ല. പക്ഷെ ആ ഫലം ഈശ്വരന് സമർപ്പിക്കുന്ന ഈശ്വരൻക്കലേക്ക് എത്തുവാനും ഈശ്വരൻ ഫലം നൽകാൻ പാകത്തിനുമാകണം എന്നിടത്താണ് നിഷ്കാമ കർമ്മം ഉപദേശിക്കുന്നത്. അല്ലാതെ കാമം ഒന്നും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കണമെന്നല്ല. ഫലമത ഉപപത്തേ, എല്ലാ യുക്തികളും പരിശോധിച്ചിട്ട് എല്ലാ ദർശനങ്ങളുടെയും ഇൻപുട്ടുകൾ, കാരണം 6ാമത്തെ ദർശനമാണ് വേദാന്ത ദർശനം, അതുവരെയുള്ള 5 ദർശനങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉപപത്തികളും യുക്തികളും ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കുന്നു എന്ന് ഋഷികൾ പ്രഖ്യാപിക്കുന്നു. വേദാന്ത ദർശനത്തിൽ ഫലം അത ഉപപത്തേ, കർമ്മത്തിൻ്റെ ഫലം അത പരമാത്മന ഉപപത്തെ, എല്ലാ യുക്തികളോടും കൂടി പറയട്ടെ, ആ പരമാത്മാവിൽ നിന്നുമാണ് കർമ്മത്തിൻ്റെ ഫലം
ലഭ്യമാകുന്നത്. അപ്പം ഫലത്തിൻ്റെ ഏക സ്രോതസ് മറ്റൊരു സ്രോതസ്സും കർമ്മഫലത്തിനില്ല. നമ്മൾ കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഫലം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇപ്പോൾ യുക്തിവാദികൾ ഈശ്വരനെ വരെ നിഷേധിക്കുമ്പോൾ കർമ്മത്തിൻ്റെ ഫലത്തെ എന്തുകൊണ്ട് നിഷേധിച്ചുകൂടാ? കാരണം കർമ്മം ചെയ്ത് ഉടനെ തന്നെ ഇല്ലാതാകുന്നതാണ്. ഏത് കർമ്മമാണെങ്കിലും ചെയ്ത് ഉടനെ തന്നെ ക്ഷണികമാണ്. ക്ഷണികമായ കർമ്മത്തിന് അടുത്ത ദശയിൽ ഫലമുണ്ടാവണമെന്ന് ഈ എല്ലാം നിര്യുക്തികമായിരിക്കും. പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. എല്ലാം യദൃച്ഛയാ സംഭവിച്ചതല്ലേ. ഈശ്വരനെ നമ്മൾ ഒഴിവാക്കി ചിന്തിക്കുമ്പം എല്ലാം യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ്. ഒരു ബുദ്ധിതത്വത്തിൻ്റെ പിന്നിലില്ല. അപ്പോൾ അങ്ങനെ എല്ലാം യാദൃശ്യമായിട്ട് തോന്നുംപടി ഉണ്ടായതാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും കർമ്മത്തിന് ഫലം ഉണ്ടാകുക എന്നത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ യുക്തിവാദം മുന്നോട്ട് വെക്കുന്ന, ഈശ്വര നിഷേധം മുന്നോട്ട് വെക്കുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത് കർമ്മത്തിന് ഫലമില്ലാതാകും എന്നതാണ്. കാരണം കർമ്മം ചെയ്യുന്ന അതേ സമയം ആ ഒറ്റ ക്ഷണത്തിലെ കർമ്മമുള്ളൂ. അടുത്ത ക്ഷണത്തിൽ ഫലം നൽകുവാൻ അല്ലെ ഫലം വാങ്ങുവാൻ, ഫലം വാങ്ങേണ്ട ദശയിൽ കർമ്മമില്ല. അപ്പോൾ ആരുത്തരവാദിത്വം പറയും? ആരക്കൗണ്ട് സൂക്ഷിക്കും? കോടിക്കണക്കിന് മനുഷ്യരല്ലേ കർമ്മം ചെയ്യുന്നത്. കോടിക്കണക്കിന് മനുഷ്യർ ഏതെല്ലാം കാലങ്ങൾ, ഏതെല്ലാം ജന്മങ്ങളെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെല്ലാം അപ്പോൾ തന്നെ ഫലം ഉണ്ടാവുകയില്ല. ഞാൻ എത്രയോ കാലമായിട്ട് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം ആയുസ് പൂർത്തിയാക്കിയാൽ പോലും, 100 വർഷം ജീവിച്ചാൽ പോലും എൻ്റെ കർമ്മത്തിൻ്റെ ഫലം എനിക്ക് ഈ ജന്മത്തിൽ അനുഭവിച്ച് തീർക്കാനാവില്ല. അതുകൊണ്ടാണ് അദൃഷ്ട ജന്മവേദനീയ എന്ന യോഗശാസ്ത്രം ഉൾപ്പെടെ നമ്മുടെ ദർശനങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ കർമ്മത്തിൻ്റെ ഫലം ദൃഷ്ട ജന്മവേദനീയമാണ് എന്ന് നേരത്തെ യോഗദർശനാദികളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും ആദ്യത്തെ 4 ശാസ്ത്രങ്ങളും പ്രത്യക്ഷ അനുമാന പദ്ധതിയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. കർമ്മത്തിന് ഫലമുണ്ട്, അതിൻ്റെ അധ്യക്ഷൻ ഈശ്വരനാണ് എന്ന് ഒടുവിൽ നിർണയം പറയുകയാണ് വേദാന്തത്തിൽ. അതുകൊണ്ട് തന്നെ ഈ കർമ്മങ്ങളുടെ ഫലം സദ്ഫലം ഉണ്ടാവണമെങ്കിൽ ഈശ്വരനെ സമർപ്പിക്കാൻ യോഗ്യമാകണം. അതുകൊണ്ടാണ് അത് യജ്ഞമാകണം എന്ന് ഗീത പറയുന്നത്. യജ്ഞമായി വിഷ്ണു യജുർവേദന ദർശനം തന്നെയാണ്. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര എന്ന് നമ്മൾ 2:13 തോന്നുന്നു ഗീതയിൽ പറയുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശമാണത്. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മവത്ത. അതിൻ്റെ ശ്ലോകസംഖ്യ കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ യജ്ഞതത്വം അതാണ് ശ്രീകൃഷ്ണൻ കലികാലത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എന്നത് ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ നമ്മളുടെ സത്പരമ്പരകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യജ്ഞമായിട്ട് കർമ്മത്തെ ചെയ്യാൻ കഴിയണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രാഗ്രൂപമാണ് അഗ്നിഹോത്രാദികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അവയും ആഭിചാരങ്ങളല്ല എന്ന് പറയാൻ കഴിയില്ല. ആഭിചാരം എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടി. അഭിചരണം എന്ന് പറയുന്ന സത്യത്തിൽ ഭൃത്യവൃത്തിക്കാണ് പറയുന്നത്. ആഭിമുഖ്യേന ചരതി. സേവാകർമ്മങ്ങൾ പ്രത്യേക എന്തെങ്കിലും ആഭിമുഖ്യത്തോടെ ചെയ്യുന്ന എല്ലാ സർവീസുകളും അഭിചരങ്ങളാണ്. അവ അഭിചരന്മാരെന്ന് പറയും. അപ്പോൾ അതെല്ലാം അങ്ങനെയാണ് അതിൻ്റെ മൗലികമായ അർത്ഥം. ഏതെങ്കിലും ഒരു ക്രിയ നമ്മൾ സേവാബുദ്ധിയോടുകൂടി ചെയ്യുന്നതും അത് ആഭിചാരമായി. പിന്നെയോ ആഭിമുഖ്യേന ആചരണമാണ് അവിടെയുള്ളത്. നമുക്ക് 2 ലക്ഷ്യമുള്ള ഏത് കർമ്മത്തിനും, ശാന്തികവും പൗഷ്ടികവും. ശാന്തികം പൗഷ്ടികന അഥർവവേദത്തിൽ അഭിചാരങ്ങളെ സംബന്ധിച്ചുള്ള അല്ലെ അഭിചരണം എന്ന് പറയുന്ന കർമ്മം അത് ഏതെല്ലാം തരമെന്ന് ചോദിക്കുമ്പോൾ ശാന്തികം പൗഷ്ടികം. നമ്മൾ ഈ ആദിഭൗതികാദി ശാന്തി മന്ത്രങ്ങൾ ത്രിവിധ ശാന്തി പ്രാർത്ഥിക്കുമല്ലോ. കഴിഞ്ഞ സമയത്ത് നമ്മൾ ഉപനിഷത്തുകളിൽ ശാന്തി പാഠവും ചർച്ച ചെയ്തല്ലോ. അപ്പോൾ ഈ ശാന്തി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. അശാന്തിക്കുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണല്ലോ ശാന്തി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദ്യൗ ശാന്തി തുടങ്ങി എവിടെ നിന്നും ബാധ ഉണ്ടാവാം. അപ്പോൾ ബാധയ്ക്ക് സാധ്യതയുള്ള ഒരു ഇടത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് വേദം ആദ്യം തന്നെ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. പരസ്പരം നമ്മൾ ബാധിക്കുന്നു. അപ്പം ഭൗതികം, അതിഭൂതം തൊട്ട് കൂടെയുള്ള ഇതര പ്രാണികളിൽ നിന്ന് നല്ലതും ചീത്തയുമായിട്ടുള്ള സ്വാധീനമുണ്ടാവാം, ബാധയുണ്ടാവാം. ബാധാലക്ഷണം ദുഃഖം. ബാധയുണ്ടായാൽ ദുഃഖമായി. അപ്പോൾ അത് ആദിഭൗതികം. ആദിദൈവികമുണ്ട്, പ്രകൃതി ശക്തികൾ. ആധ്യാത്മികം നമ്മളുടെ കർമ്മകാണ്ഡം, നമ്മളുടെ കർമ്മത്തിൻ്റെ ഗതിഭേദങ്ങൾ, വൈപരീത്യങ്ങൾ, നമ്മുടെ വാസനകൾ, സംസ്കാരങ്ങൾ ഇത് നമ്മളെ തന്നെ ബാധിക്കും, മുന്നോട്ടുള്ള ഗതിയെ തടയും. അപ്പോൾ അത് ആധ്യാത്മിക ദുഃഖമായി. അപ്പം അങ്ങനെ ഈ 3 തരം ദുഃഖങ്ങളും നമുക്ക് ചുറ്റുപാട് എപ്പോഴും ഉണ്ട്, നമ്മളെ ചുറ്റിവരിഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പോൾ ഇവയെ സംബന്ധിച്ച് പലപ്പോഴും സാമൂഹ്യമായ അർത്ഥത്തിൽ ഒരുപാട് പേരുള്ളതുകൊണ്ട് വൈയക്തികമായ ആ ചിന്തകളൊക്കെ മാറിയിട്ട് വലിയ സാമൂഹ്യമായ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഒരുപാട് പേര് ചേർന്ന് ഇടപെടുമ്പോൾ വ്യത്യസ്ത ലക്ഷ്യങ്ങളോടുകൂടി ആളുകൾ പ്രവർത്തിക്കുന്നു. ഈ ലക്ഷ്യങ്ങളൊക്കെ തമ്മിലിടയും. അങ്ങനെ വരുന്നത് ശാന്തികം പൗഷ്ടികം ഇങ്ങനെയുള്ള വിധികൾ, ആഭിചാര ക്രിയകൾ വേദത്തിൽ പറയും, വിശേഷിച്ചും അഥർവത്തിൽ. അപ്പോൾ ശാന്തികം എന്ന് വെച്ചാൽ ദോഷങ്ങൾ
ഉണ്ട് എങ്കിൽ, ദോഷങ്ങളുണ്ട് എങ്കിൽ അവ ശാന്തമാകണം. അപ്പം വൈപരീത്യങ്ങളെ ശമിപ്പിക്കുക എന്നത് ഉദ്ദേശിച്ച് ചെയ്യുന്ന, നെഗറ്റീവ്സിനെ മുൻനിർത്തി അതിനെ ഉദ്ദേശിച്ച് അതിനെ ഒഴിവാക്കാനും പോസിറ്റീവാക്കാനും കഴിയുന്നിടത്തോളം പോസിറ്റീവാക്കാനും ചെയ്യുന്നതാണ് ശാന്തിക കർമ്മങ്ങൾ. പൗഷ്ടികം എന്ന് പറഞ്ഞാൽ നിലവിൽ നമുക്ക് ഗുണങ്ങളുണ്ട്, പക്ഷെ അത് പോരാ, കുറച്ചുകൂടെ വർദ്ധിക്കണം. അപ്പോൾ പുഷ്ടിപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടി, പുഷ്ടിയെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് പൗഷ്ടികം. അപ്പോൾ സാധാരണ കർമ്മങ്ങൾ ഇത് തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ, സാധാരണ നമ്മൾ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ യജുർവേദ വിധി അനുസരിച്ച് ചെയ്തു പോകുമ്പോൾ അത് നിത്യകർമ്മങ്ങൾ, നിത്യം നൈമിത്യം ഇങ്ങനെ പോവുകയാണ്. അതുപോലെ പിന്നെ ചിലത് നിഷിദ്ധ കർമ്മങ്ങളാണ്, അത് ഒഴിവാകണം. അപ്പോൾ ഇങ്ങനെയൊക്കെ കർമ്മകോടികൾ അവിടെ പറയുന്നുണ്ട്. പക്ഷെ അത് ചെയ്തിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബാധകൾ പരിഗണിക്കുന്നില്ല അവിടെ. അപ്പോൾ ബാധ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മീമാംസയിലൊരു അധ്യായം തന്നെ ബാധ ചർച്ച ചെയ്യുന്നൊരു അധ്യായം തന്നെയുണ്ട്, തന്ത്രാധ്യായം. അതിനോട് അനുബന്ധമായിട്ട് ബാധയെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ യത് സാധാരണം ഭവതി തന്ത്രം എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്ത്രം എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നമ്മൾ കാണുന്ന ആ അർത്ഥത്തിലല്ല എങ്കിലും തന്ത്രം ഈ പറഞ്ഞ കർമ്മകാണ്ഡത്തിൻ്റെ അനുബന്ധമായിട്ട് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മീമാംസയുടെ 11ാമത്തെ അധ്യായമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സ്. അപ്പോൾ അവിടെ യത് സാധാരണം ഭവതി തന്ത്രം പൊതുവായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട, പൊതുവേദിയിൽ ചെയ്യേണ്ട. എളുപ്പം പറഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ, ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഒരാൾ സംസാരിച്ചാൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു തന്ത്രവ്യവസ്ഥയിലാണ് നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം 1000 പേരിരിക്കുന്ന ഒരു വേദിയിൽ 1000 മൈക്കിൻ്റെ ആവശ്യമില്ല, ഒരു മൈക്ക് മതി. ആരാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ മൈക്കിൻ്റെ പോയിന്റിൽ വന്ന ആൾ സംസാരിച്ചാൽ മതി, 1000 പേർക്ക് കേൾക്കാനാവും. അത്തരം വ്യവസ്ഥകൾക്കാണ് തന്ത്രം എന്ന് പറയുന്നത്. അതേസമയം ആ ഒരു മൈക്കിൻ്റെ അടുത്തിരുന്ന് ഒരാൾ ഒരു ശാസ്ത്രപ്രവചനം ചെയ്യുകയാണെങ്കിൽ ആളുകൾ 10,000 പേർക്കും അവരവരുടേതായിട്ടുള്ള കുറിപ്പുകളുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി 1000 പേനകൾ, 1000 നോട്ട് ബുക്കുകൾ അത് വേണം. അപ്പം ആവാപം എന്ന് പറയും. ഈ തന്ത്രം, ആവാപം, ഈ പദ്ധതിയിലാണ് വേദവും വൈദ്യശാസ്ത്രങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ പൊതുവായിട്ട് ആളുകൾക്ക് വേണ്ടത് തന്ത്രം, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേണ്ടത് ആവാപം. ഇതൊരു ഒരു കർമ്മങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കർമ്മകാണ്ഡത്തെ വേർതിരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള നമ്മളുടെ പ്രധാനപ്പെട്ട ശാസ്ത്ര പദ്ധതിയാണ് തന്ത്രം, ആവാപം. ഇതെല്ലാറ്റിലും ഉണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ചർച്ച ചെയ്യുന്നത് കാമശാസ്ത്രത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചത് എന്താണ്? മാ ഗൃധക്കസ്യ സിദ്ധനം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ലിങ്ക് ചെയ്തൊരു അടിത്തറ ഇട്ടതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം സാധാരണ ഈ വിഷയത്തിലുള്ള ചർച്ചകൾ നമ്മൾ കേൾക്കാറുള്ളതാണ്. ആചാരത്തെയൊക്കെ സംബന്ധിച്ച് പലരും പറയാറുണ്ട്. നമുക്ക് വൈദികമായൊരു ദൃഷ്ടിയാണ് ഉരുത്തിരിച്ചെടുക്കേണ്ടത്. വേദശാസ്ത്രം എന്നുള്ള ഒരു വിഷയത്തോട് ബന്ധപ്പെടുത്തി തന്നെ ചിന്തിക്കുകയാണ്. അപ്പം മാ ഗൃധ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഈശ്വരന് യോഗ്യമല്ലാത്ത കാമചിന്ത ഒഴിവാക്കണം എന്നാണല്ലോ പറഞ്ഞത്, നിർദ്ദേശം. അപ്പോൾ കാമവുമായിട്ട് തന്നെ ബന്ധമുണ്ട്. അപ്പം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതാണല്ലോ പുരുഷാർത്ഥ വ്യവസ്ഥ. അപ്പം അതിൽ മോക്ഷത്തിൻ്റെ ചിന്ത പറഞ്ഞപ്പോഴാണ് ഈ മന്ത്രത്തിൻ്റെ 4ാമത്തെ പാദത്തിൽ ഈ ഉപദേശം നൽകിയത്. കാരണം ദേവയാനം മുഖ്യമായിട്ടും മോക്ഷത്തെ പ്രതിയാണ്. അടുത്ത 2ാമത്തെ പിതൃയാനത്തിൽ കാമത്തിൻ്റെ, അതായത് ശരിയായ കാമത്തിൻ്റെ വ്യവസ്ഥ, നിഷ്കാമ കാമകർമ്മത്തിൻ്റെ വ്യവസ്ഥ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വൈദിക കർമ്മങ്ങളെ അനുസരിച്ച് നിങ്ങൾ 100 വർഷവും ജീവിക്കാൻ ആഗ്രഹിക്കണം. 100 വർഷവും ജീവിക്കാൻ ആഗ്രഹിക്കണം. അപ്പം ആയുസ്സിന് അറുതി വരാത്ത രീതിയിലുള്ള ചിട്ടകൾ, കർമ്മങ്ങൾ, നിത്യകർമ്മങ്ങൾ ഇതെല്ലാം അനുശീലിക്കണം. അത് സ്വാഭാവികമായിട്ട് സിദ്ധമാകുന്നതാണ്. പക്ഷേ ആദ്യ മന്ത്രത്തിൽ ഈശ്വരനെ കിട്ടണമെങ്കിൽ എന്ത് വേണം? മാ ഗൃധക്കസ്യ സിദ്ധനം, അന്യരുടേത് എന്ന് പറയുന്ന ധനം, മറ്റുള്ളവർക്ക് വിഹിതമായത് കൊതിക്കരുത്, സ്വന്തമാക്കരുത്, അതിനുവേണ്ടി പണിയെടുക്കരുത് എന്ന് നിഷേധിച്ചിരിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. അപ്പം അതിന് വിപരീതമായിട്ട് എന്ത് ചെയ്താലും അത് ഈ പറഞ്ഞ രീതിയിൽ ആഭിചാരത്തിൻ്റെ നേരത്തെ പറഞ്ഞ വിധിയല്ല, മറിച്ച് അതിൻ്റെ വിപരീത ഭാവത്തിലായി. മന്ത്രവാദം ഒഴിവാക്കാൻ പറ്റത്തില്ല, നമ്മളെല്ലാം മന്ത്രവാദികളാണ്. നേരത്തെ പറഞ്ഞു പ്രയോഗ സമവേത അർത്ഥസ്മാരക മന്ത്ര. ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ മന്ത്രം ഓർക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾ സന്ധ്യ ചെയ്യുന്നവർക്കറിയാം, സന്ധ്യയിൽ മനസാപരിക്രമം എന്ന് പറഞ്ഞൊരു വലിയ മന്ത്രഭാഗമുണ്ട്. 6 മന്ത്രങ്ങളുണ്ട് ദിഗ്ബന്ധനമൊക്കെ ചെയ്യുന്ന, ഓർമ്മയുണ്ടല്ലോ. പ്രാചീദിക് തൊട്ടുള്ള ഊർധ്വാദിക്ക് വരെയുള്ള 6 മന്ത്ര, അത് അധർവത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചിന്തിച്ചാൽ അറിയാം, അവിടെ പരിക്രമമാണല്ലോ, മനസ്സാപരിക്രമം. മനസ്സുകൊണ്ട് പരിക്രമണം ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെയാണ് നമ്മളുടെ ശ്രദ്ധ പോകേണ്ടത്, മനസ്സിനെ ശാന്തമാക്കേണ്ടത് എങ്ങനെ, മനസ്സ് ശാന്തമായില്ലെങ്കിൽ, മനസ്സ് അശാന്തമായാൽ കർമ്മത്തിൻ്റെ ഗതി അതിന് അവരോധം ഉണ്ടാവും.
അപ്പോൾ മനസ്സിനെ ശാന്തമാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ഈശ്വരൻ്റെ രക്ഷക ശക്തികളെയും ശിക്ഷക ശക്തികളെയും പ്രത്യേകം എടുത്ത് പറയാം. രക്ഷിതാക്കൾക്ക് നമസ്കാരം, ഇഷുക്കൾക്ക് നമസ്കാരം, അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പം അനുകൂലവും പ്രതികൂലമായ ശക്തികൾ 6 ഇടത്തുമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രത്യേകമായിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നത് ദ്വേഷത്തെയാണ്. ദ്വേഷം ആരിലാണോ നമുക്കുള്ളത്, നമ്മിലാരാണോ ദ്വേഷം വെച്ച് പുലർത്തുന്നത്, ഇതൊക്കെ ഈ നിൻ്റെ ന്യായകോശത്തിൽ ജംഭേ ദധമ അല്ലേ എന്നാണല്ലോ പറയുന്നത്. നിൻ്റെ ജംഭത്തിൽ ന്യായകോശത്തിൽ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം മനസാപരിക്രമത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന വന്നു? സന്ധ്യാവന്ദനത്തിൽ, നിത്യകർമ്മത്തിൽ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ അർത്ഥം പറയുന്നിടത്ത് പലപ്പോഴും നമുക്ക് ഒരു വ്യക്തത വരുന്നില്ല. പലപ്പോഴും നമ്മൾ ഈ സന്ധ്യാമന്ത്രങ്ങളുടെ വ്യാഖ്യാന പദ്ധതി ചിന്തിക്കുമ്പോൾ നമുക്ക് ഒട്ടും മനസ്സിലാവാതെ പോകുന്ന വ്യാകരണമൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോഴും അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് കിട്ടാറില്ല. അപ്പോൾ ഇതുമായിട്ടൊക്കെ അതിന് ബന്ധമുണ്ട്. എന്തോ സന്ധ്യ ചെയ്യുമ്പോഴേ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ആഭിചാരാദി വിഷയങ്ങളുടെ ഒരു കോറിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ സന്ധ്യ അറിയണം. സന്ധ്യാവന്ദനത്തിൻ്റെ അത് ഇപ്പോൾ നമ്മുടെ പുസ്തകങ്ങളുണ്ടല്ലോ, അതൊന്ന് നോക്കി അതിൻ്റെ ക്രമമൊന്നും, അതിനകത്തെ ആചാരക്രമവും ക്രിയാക്രമവും നോക്കിയാൽ തന്നെ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ കിട്ടും. അപ്പം സന്ധ്യാവന്ദനത്തിൽ ഈ പറയുന്ന മനസാപരിക്രമവും അഥർവത്തെ ആശ്രയിച്ചാണ് ചെയ്തിരിക്കുന്നത്. അഥർവ മന്ത്രങ്ങളെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഭിചാരം അവിടെ നടക്കുന്നുണ്ട്. ആഭിചാരം നടക്കുന്നുണ്ട് എന്ന് ആഭിചാരത്തിൻ്റെ പദ്ധതി അതിലുണ്ട് എന്ന് പറയാൻ കാരണം നമുക്ക് സന്ധ്യാവിധിയിൽ സന്ധ്യ ചെയ്യുന്നവർക്കറിയാം, അല്ലെങ്കിൽ നിത്യകർമ്മ അനുഷ്ഠാന വിധി ദയാനന്ദ സരസ്വതി പടിയ ചിട്ടപ്രകാരം പാരസ്കരാദികളുടെ ഗൃഹ്യ ശ്രൗതാദി സൂത്രങ്ങളുടെ സഹായത്തോടുകൂടി അദ്ദേഹം അതിനെ പുനഃക്രമീകരിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും ലളിതമായിട്ടുള്ളൊരു വിധി, ഏറ്റവും സാമൂഹികവും ഏറ്റവും പൊതുവായിട്ടുള്ള, അല്ലെങ്കിൽ തന്ത്രയുക്തിയിലുള്ളൊരു നേരത്തെ പറഞ്ഞ തന്ത്രം എന്ന് പറഞ്ഞില്ലേ, എല്ലാവർക്കും അനുശീലിക്കാൻ പറ്റുന്ന. അതിലിപ്പോൾ പ്രത്യേക മാർഗ്ഗങ്ങളും ചെയ്യണോ, അത് അവൻ്റെ വേദമോ അവൻ്റെ ശാഖയോ ഒക്കെ നോക്കി ചെയ്തോളൂ. പക്ഷേ പൊതുവായൊരു തന്ത്രവ്യവസ്ഥ നേരത്തെ പറഞ്ഞ പോലെ യത് സാധാരണം ഭവതി തത്തന്ത്രം, പൊതുവായിട്ടുള്ളത് എന്തോ അതിൻ്റെ പേരാണ് തന്ത്രം. ഇത് ഞാൻ മീമാംസാ ശാസ്ത്രമനുസരിച്ചുള്ള നിർവചനം പറയുന്നത്. തന്ത്രത്തിൻ്റെ ശരിയായ വൈദിക നിർവചനം അതാണ്. അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ഒരു പദ്ധതി ദയാനന്ദ സരസ്വതി നമുക്ക് വേണ്ടി നിർദ്ധരിച്ചു തന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗായത്രി മന്ത്രം ചെയ്യുമ്പോൾ ശിഖാബന്ധനം ചെയ്യണമെന്നുണ്ട്. ഈ ശിഖ എന്ന് പറയുന്ന സംഗതി നമ്മളെടുത്ത് കളഞ്ഞിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ ശിഖാം ബധ്വ രക്ഷാം ച കുരു എന്ന് തുടങ്ങിയുള്ള നിർദ്ദേശങ്ങൾ കാണാം. ശിഖയെ ബന്ധിച്ചിട്ട് ഗായത്രി ചൊല്ലുന്ന സമയത്ത് ശിഖാബന്ധനം ചെയ്തതിന് ശേഷം രക്ഷാകരണം ചെയ്യണം. ഈ രക്ഷാകരണം എന്താണ്? ഈശ്വരൻ്റെ, നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരനാണ് എന്നെ നയിക്കുന്നത്. ഗായത്രി ഞാൻ എന്തിനാണ് ഉപാസിക്കുന്നത്? ഗായത്രിയുടെ ഉപാസനയാണ്, ഗായത്രിയുടെ ജപവിധാനമാണ് ഈ സന്ധ്യാവന്ദനം. അങ്ങ് സന്ധ്യാവന്ദനത്തിൻ്റെ കാര്യത്തിൽ അത് ഉണ്ടല്ലോ, കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ യോഗ വിദ്യ പഠിക്കുമ്പോൾ അതിൽ തജ്ജപസ്തദർത്ഥഭാവനം എന്ന് ഓംകാരത്തെ, പ്രണവത്തെ ഈശ്വരൻ്റെ നാമമായിട്ട് നിർദ്ധരിച്ചുകൊണ്ട് ഒരു നിർദ്ദേശം വെക്കുന്നുണ്ടല്ലോ അല്ലേ? തജ്ജപസ്തദർത്ഥഭാവന. അപ്പം ഓംകാരം ജപിക്കണം എന്ന് പറഞ്ഞാൽ ഓം ജപിച്ചാൽ മതി 108 തവണ. അതങ്ങനെ അതിന് പലതരം വിധികളുണ്ട്. പക്ഷേ അർത്ഥഭാവന എങ്ങനെ ചെയ്യണം? അതിൻ്റെ പ്രാചീന വിധിയാണ്, പ്രണവത്തിൻ്റെ അർത്ഥഭാവനത്തിൻ്റെ പ്രാചീന വിധിയാണ് സന്ധ്യാവന്ദനം എന്ന് പറയുന്നത്. അപ്പം പ്രണവ ജപത്തിൻ്റെ പദ്ധതിയാണ് സന്ധ്യാവന്ദനം, ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ പ്രണവജപം എങ്ങനെ ചെയ്യണം എന്നതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ പ്രണവത്തിൻ്റെ അർത്ഥവ്യവസ്ഥയാണ് ഗായത്രി പറയുന്നത്. അതിൻ്റെ ക്രമം അങ്ങനെയാണ്. അതിൻ്റെ സമ്പ്രദായ ഉപദേശത്തിലൂടെ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ എനിക്കത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പം ഓം എന്ന് പറയുന്ന ആ മന്ത്രമൂലമായ ബീജാക്ഷരത്തിൽ, വേദമൂലമായ ബീജാക്ഷരത്തിൽ, ഈശ്വരനാമത്തിൽ കലികാലത്ത് വിശേഷം നാമജപമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ നാമങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓംകാരമാണ്, പരമേശ്വരൻ്റെ നിജനാമമാണ് എന്ന് നമ്മൾ ഋഷി പരമ്പരയിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ്. എല്ലാ സമ്പ്രദായങ്ങളും ഓംകാരത്തെ മാനിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ആ ഉ മ എന്ന് പറയുന്ന 3 മാത്രകൾ, അക്ഷരങ്ങൾ, അവ ചേർന്നുകൊണ്ട് 3ആണത്. ഒരു തൃത്വമുണ്ട്, ഒരു ത്രികമാണത്. ആ 3 വിസ്തരിക്കുമ്പോൾ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള അർത്ഥവിസ്താരങ്ങളെ വ്യാഹൃതികൾ എന്ന് പറയും. അവയാണ് ഭൂ, ഭുവ, സ്വ. ആദ്യത്തെ അകാരത്തോട് ഭൂ, ഉകാരത്തോട് ഭുവ, മകാരത്തോട് അല്ലെങ്കിൽ അർത്ഥ മാത്രയോട് ചേർന്ന് സ്വ. ഇങ്ങനെ വ്യാഹൃതി എന്ന് വെച്ചാൽ അർത്ഥത്തെ ഏറ്റവും ചുരുക്കി പറഞ്ഞു. വർണ്ണത്തിൽ അർത്ഥമുണ്ട്, പക്ഷെ അത് നിഹിതമാണ്.
അത് സാധന ചെയ്യുന്നവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. സാധാരണക്കാർ വൈഖരിയിൽ മനുഷ്യൻ്റെ ഭാഷയിൽ പറയുന്നില്ല. മനുഷ്യൻ്റെ ഭാഷയിൽ ഓംകാരത്തെ ഒന്ന് വിസ്തരിച്ചപ്പോൾ അത് വ്യാഹൃതികളായി. ഭൂർ ഭുവ സ്വ. അതെന്തൊക്കെയാണെന്നുള്ളത് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം. അതിനെ വീണ്ടും വിസ്തരിച്ചിട്ട് അവിടെ എങ്ങനെയാണ് ഉപാസന വരെ ആ കാര്യങ്ങളെ എത്തിക്കേണ്ടത്, അറിഞ്ഞ് ക്രിയ ചെയ്ത് ഉപാസിക്കണം. ഋക്ക് യജു സാമ, അതാണല്ലോ ക്രമം. അപ്പോൾ അവിടെ ഋക്ക് ബോധം ഉണ്ടാവാൻ വേണ്ടി അവിടുത്തെ ഋക്ക് എന്താണെന്ന് ചോദിച്ചാൽ തത്സവിതുർവരേണ്യം, അവിടുത്തെ യജുസ് എന്തെന്ന് ചോദിച്ചാൽ ക്രിയ എന്തെന്ന് ചോദിച്ചാൽ ഭർഗോ ദേവസ്യ ധീമഹി ധീമഹി ധ്യായേമഹി. ധാരണം ചെയ്യണം. അതാണ് യോഗത്തിലേക്ക് പോകുമ്പോൾ യോഗ ദർശനത്തിൽ എന്ത് പറയുന്നു, അന്തരംഗ സാധന പറയുന്നിടത്ത് പിന്നെ ധാരണ, ധ്യാനം, സമാധി. അതാണ് അവിടുത്തെ ഈ ധീമഹി എന്ന ശബ്ദത്തിൻ്റെ, ധീമഹി എന്നതിനെ ഋഷി ക്രിയായോഗത്തിലേക്ക് അല്ലെങ്കിൽ ക്രിയാന്വിതമാക്കിയപ്പോഴാണ് അഷ്ടാംഗയോഗം എന്ന് പറയുന്നത് സിദ്ധമാകുന്നത്. അപ്പോൾ ധാരണ, ധ്യാനം, സമാധി. ധീമഹി എന്താണ് അവിടെ കർമ്മം ചെയ്യേണ്ടത്? ധീമഹി. നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഒരുപാട് പേര് ചേർന്ന് ചെയ്യേണ്ടത് കർമ്മമാണ്, ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല. അവിടെ ബഹുവചനമാണത്. പിന്നെ അതുമാത്രമല്ല, എന്താണ്? ഭർഗസിനെയാണ് ധ്യാനം ചെയ്യേണ്ടത്. ഭർഗസ് എന്താണ്? ഗർഭത്തെ ഇല്ലാതാക്കുന്നത്. ഭർഗ. ഗർഭം എന്താണ്? വീണ്ടും വീണ്ടുമുള്ള ജന്മം. അതിനെ ഇല്ലാതാക്കുവാനുള്ള ശുദ്ധമായ ജ്ഞാനപ്രകാശത്തെ. അപ്പം ജഗത്തിൻ്റെ ആ ബീജത്തോട് ചേരണം. ഗർഭാദി ബീജവ്യവസ്ഥയെ, അജ്ഞാനത്തിൻ്റെ ബീജവ്യവസ്ഥയെ താണ്ടണം. അതിനുവേണ്ടി ഉപാസന, അത് ധാരണ, ദേശബന്ധശ്ചിത്തസ്യ ധാരണ തുടങ്ങിയ യോഗശാസ്ത്രമായിട്ട് ബന്ധപ്പെടുത്തണം. ധാരണ, ധ്യാനം, സമാധി ഇവയാണ് അവിടെ ധീമഹി എന്നതുകൊണ്ടുള്ള കർമ്മം, ക്രിയ. അത് കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവിടുത്തെ പിന്നെ ഞാനതെങ്ങനെ അറിയും? ഇപ്പം തീ ഉണ്ട് എന്നുള്ള ഞാൻ അറിയുന്നത് തീയുടെ അടുത്തിരിക്കുമ്പോൾ ചൂടുള്ളത് കൊണ്ടാണ്, തണുപ്പ് മാറുന്നതുകൊണ്ടാണ്. വെള്ളം കുടിക്കുമ്പോൾ തണുപ്പുള്ളിലേക്ക് എത്തുന്നു, ദാഹം മാറുന്നു, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അത് ഉണ്ട് എന്നറിയുന്നത്. ഇതെങ്ങനെ അറിയാൻ കഴിയും? നിങ്ങൾ പറയുന്ന ഇത്രയും വലിയ, മാത്രമല്ല ആദ്യം എന്താ തത് സവിതുർവരേണ്യം, ഏറ്റവും ഋക്കിൽ എന്താണ് ഉപദേശിച്ചത്? ഗായത്രിയുടെ ഋക് ഭാഗത്ത് എന്താണ് ഉപദേശിച്ചത്? ഞാൻ ആ വിഷയത്തിൽ ഇതാണ് ഏറ്റവും വലുത്. നിങ്ങൾക്ക് വരിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്, വരേണ്യമായത് ഇതാണ്. അപ്പോൾ എന്ന് പ്രഖ്യാപിച്ചല്ലോ. അതെങ്ങനെ എനിക്കറിയാം? ഇത്രയും വലിയ സംഗതിയാണെങ്കിൽ അത് അറിയണമല്ലോ, അതിൻ്റെ ചൂടറിയണമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ തണുപ്പറിയണമല്ലോ. അവിടെയാണ് ധിയോയോ എന്ന പ്രചോദയം. അത് നമ്മളുടെ ബുദ്ധിവൃത്തികളെ എന്തു ചെയ്യും? പ്രചോദിപ്പിക്കും. ബുദ്ധിയെ ഉണർത്തിക്കൊണ്ട്. അപ്പം ഗായത്രി ഉപാസന ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കും തോറും സമൂഹത്തിന് നിശ്ചയമായിട്ടും വ്യത്യാസമുണ്ടാകും. ആ സമൂഹം കൃത്യമായിട്ടും അതിൻ്റെ ഉത്തരം നൽകും. പിന്നെ അതാണ് ഉപാസനയുടെ ക്രമം എന്ന് പറയുന്നത്. ഈശ്വരൻ സദ്ബുദ്ധി അരുളും. ഇപ്പോൾ ഗായത്രി ഉപാസന ചെയ്യുന്ന ആളുകളെ സന്മാർഗത്തിലൂടെ നയിച്ചിരിക്കും. അവർ സന്മാർഗത്തിലൂടെ ഉത്തരോത്തരം പിന്നെ ജപിക്കുന്ന ആ ദിവസം തന്നെ സന്മാർഗത്തിലെത്തിയെന്ന് കരുതണ്ട. സംസ്കാരാദികൾ, വാസനകൾ, അതിൻ്റെയൊക്കെ ക്രമം മാറിയിട്ട് ഉത്തരോത്തരം അവർ ദേവയാനത്തിലൂടെ, ഈ അസുരയാനത്തിൽ കിടന്ന് ഉഴലാൻ ഇടയുള്ള അല്പജ്ഞരായിട്ടുള്ള ജീവാത്മാക്കൾ പിതൃയാനത്തിലേക്ക് എത്തി ദേവയാനത്തിലൂടെ ബ്രഹ്മസവിധത്തിലെത്തി ബ്രഹ്മസായുജ്യം നേടുക എന്ന പദ്ധതിയാണ് സന്ധ്യാവന്ദനം അല്ലെങ്കിൽ ഗായത്രി ഉപാസനയിലൂടെ വേദം മുന്നോട്ട് വെക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള അഭിചരണം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ അവിടേക്ക് എത്തുവാൻ വേണ്ടി അതിനുള്ള തടസ്സങ്ങൾ നീക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതിൻ്റെ ഒരു ഈ വിഷയം കിടക്കുന്നത്, അപ്പോൾ ധി ആണല്ലോ അവിടെ മുഖ്യമായിട്ട് വന്നത്. ധി എന്ന് വെച്ചാൽ ബുദ്ധിയാണ്, ബുദ്ധിവൃത്തികളാണ്. അപ്പോൾ ബാധ വരുന്നത് ബുദ്ധിക്കാണ്. ബാക്കി നമ്മളുടെ സയൻസ് പറയുന്ന രീതി ഹൈഡ്രജനും പിന്നെ ഓക്സിജനും മറ്റ് പിന്നെ ഫോസ്ഫറസിനും ഒന്നും വ്യത്യാസമൊന്നുമില്ല. ലോകത്തെല്ലായിടത്തും അത് ഒരുപോലെ തന്നെയാണ്. അതിൻ്റെ എലിമെൻ്ററി സ്ട്രക്ചറിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. അപ്പം പിന്നെ ഭൗതിക ഘടനയ്ക്ക് വലിയ വ്യത്യാസമില്ല. ആത്മാവിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെ, അതിനും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ആത്മാവ് നശിക്കുന്നില്ല എന്ന് ആത്മീയ ശാസ്ത്രങ്ങൾ പറയുന്നു, അധ്യാത്മശാസ്ത്രങ്ങൾ പറയുന്നു. ആത്മാവിന് വ്യത്യാസമില്ല എന്ന് പറയുമ്പോൾ ഈ അവിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് മൂലാവിദ്യയുമായിട്ട് അന്നൊരു സൂചന പറഞ്ഞു. അപ്പൊ എല്ലാ ആത്മാവും ഒരേ തലത്തിലല്ലല്ലോ വിദ്യയുടെ കാര്യത്തില്. മൂലാവിദ്യ തുല്യമാണല്ലോ. മൂലാവിദ്യ എല്ലാവർക്കും തുല്യമാണ്. ആ മൂല അവിദ്യയെ നമ്മൾ താണ്ടുന്ന ക്രമത്തിന് കാല ദേശ സംയോഗം കൊണ്ട് മാത്രം താണ്ടുന്ന ക്രമത്തിന് വ്യത്യാസം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മൂലാവിദ്യ എല്ലാവർക്കും തുല്യമാണ്. രണ്ട് ആത്മാക്കളുടെയും അറിവില് വ്യത്യാസം ഉണ്ടാവില്ലേ? അല്ല, മൂലാവിദ്യ നമ്മുടെ അറിവില്ലായ്മ തുല്യമാണ്. അതിനെ താണ്ടുന്ന ക്രമത്തിനാണ് കാലദേശ ഭേദം വരുന്നത്.
അവിടെ നമ്മളുടെ പൂർവ്വവാസനകളോ അത്തരം കാര്യങ്ങളുണ്ടല്ലോ, അനാദി വിചിത്രങ്ങളായിട്ടുള്ള വാസനകളായിരിക്കാം നമ്മളെ വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിപ്പിക്കുന്നത് എന്ന് ഊഹിക്കേണ്ടി വരും. പക്ഷെ മൗലികമായിട്ട് ഈശ്വരനെ അറിയാനുള്ള കഴിവ്, പ്രകൃതിയെ അനുഭവിക്കാനുള്ള കഴിവ്, അത് എല്ലാ ആത്മാക്കൾക്കും തുല്യമായേ മതിയാകൂ. നിരതിശയാശ്ചേതന എന്നാണ് ആ വിഷയത്തിൽ. ഇപ്പം ആത്മാവിൻ്റെ വ്യത്യാസം, ജീവികളുടെ വ്യത്യാസം നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയും. അത് പ്രത്യക്ഷമാണ്. ജീവജാലങ്ങൾക്ക് അനവധി നിരവധി ജീവയോനികളുണ്ട്, 84 ദശലക്ഷമുണ്ട് എന്ന് പുരാണങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ സ്പീഷീസ് ആധുനികരും എണ്ണുന്നുണ്ട്. അപ്പോൾ അത്തരം വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടറിയാം അല്ലേ? ആന മുതൽ കുതിര വരെ, പിന്നെ ഉറുമ്പ് മുതൽ പിന്നെ മനുഷ്യൻ വരെ ഒക്കെ ഉള്ള ആ ഭേദങ്ങൾ അതുണ്ട്. അതെന്താണ്? അതുകൊണ്ടാണ് ഗുണവിശിഷ്ടാശ്ചേതന എന്ന് ആദ്യത്തെ ദർശനങ്ങൾ പറഞ്ഞത്. ആദ്യത്തെ 2 ദർശനങ്ങളുടെ ഏറ്റവും ചുരുക്കമാണ്. കാരണം ഇതെല്ലാം ജീവന്റെ പഠനമാണ്. ദർശനങ്ങൾ ജീവന്റെ പഠനം തന്നെയാണ്. അപ്പോൾ അവിടെ ആദ്യത്തെ 2 ദർശനങ്ങൾ പ്രത്യക്ഷ പ്രവണരായതുകൊണ്ട്, ആദ്യത്തെ 2 ദർശനങ്ങൾ ന്യായവും വൈശേഷ്യവും, അതിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഗുണവിശിഷ്ടാശ്ചേതന. ചേതനങ്ങൾ ഗുണങ്ങളെ കൊണ്ട് ഭിന്നരാണ്. പ്രകടമാകുന്നത് ക്യാരക്ടർ വൈസ്, കോണ്ടക്ട് വൈസ് ഭിന്നമാണ്. അതിൻ്റെ ഭിന്നതയെ ചിന്തിച്ചപ്പോഴാണ് കർമ്മത്തിലെത്തിയത്. അപ്പോൾ ന്യായദർശനം കർമ്മത്തെ പ്രതിഷ്ഠിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കർമ്മമാണ് നിമിത്തമാകുന്നത്. എന്തുകൊണ്ട്? ഈ വാസനകളുടെയും മറ്റും, ആ വാസനകളും മറ്റും പിന്നെ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക്, കാലാവസ്ഥകളിലേക്ക് ഈ ജീവന്മാരെ കൊണ്ടുപോകുന്നു. അവർ വ്യത്യസ്ത ശരീരങ്ങളെടുക്കുന്നു. പരസ്പരം ഒരു വലിയ പാരസ്പര്യം, അതായത് ഒരു സിംബയോസിസിൽ, ഒരു യോഗ ജീവിതത്തിൽ ഭൂമിയിലോ അതുപോലത്തെ ഏതെങ്കിലും ഒരു പശ്ചാത്തലത്തിൽ ഒത്തുകൂടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഭോഗിക്കുന്നു, അനുഭവിക്കുന്നു, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അതിനെ അപൂർവം പേര് താണ്ടുന്നു, മോക്ഷം തുടങ്ങിയുള്ള. അപ്പോൾ ആ വ്യവസ്ഥയെ അതവിടെ നിൽക്കട്ടെ, അത് വേറൊരു വ്യവസ്ഥ. അപ്പോൾ എന്തായാലും ഇതാണ് അവിടുത്തെ ക്രമം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവയ്ക്ക് മോക്ഷം കിട്ടണമെങ്കിൽ, ഇപ്പോൾ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ക്രമം, അതിലേക്ക് എല്ലാ ശരീരങ്ങളും, ഈ ശരീരങ്ങളുടെ ഭേദമൊക്കെ ഇരിക്കെ തന്നെ ഇവ എങ്ങനെ സുഖം അനുഭവിക്കുന്നില്ലേ, ദുഃഖം അനുഭവിക്കുന്നില്ലേ? അപ്പോൾ ചുരുങ്ങിയ പക്ഷം എന്താണ്? സുഖത്തോടുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആത്മാവിൻ്റെ ലക്ഷണം, ഇച്ഛ തുടങ്ങിയുള്ള ഗുണങ്ങളെ കൊണ്ട് ആത്മാവിനെ അനുമാനിക്കാമെന്ന്. അവിടേക്ക് പോകുന്നു. കാരണം ഇതിനൊരു പൊതുമയുണ്ടോ എന്ന് ചിന്തിക്കണം. കാരണം തന്ത്രം പറയണമല്ലോ, നമുക്ക് പൊതുവായിട്ടുള്ള വിധാനം പറയണമല്ലോ. കാരണം മന്ത്രത്തിൽ നഹ് പ്രചോദയ എന്നാണ് പറഞ്ഞത്. എനിക്ക് നന്മ തരണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ, നിങ്ങൾ, ഞങ്ങൾ, ഇങ്ങനെ ബഹുവചന പ്രയോഗമാണ്. അപ്പോൾ അതിനൊരു ഒരു അടിസ്ഥാനം വേണം. അപ്പോൾ നമുക്ക് സമാനതയില്ല എങ്കിൽ നമുക്ക് സമാനമായ മന്ത്രം തരത്തില്ല. ഓംകാരം നിങ്ങൾ ജപിച്ചോളൂ എന്ന് എല്ലാവരും പറഞ്ഞാൽ അങ്ങനെ ശരിയാവുക? എല്ലാവരും ഓംകാരം ജപിക്കണം, സമാനോ മന്ത്രം ഒന്നേ ഉള്ളൂ എന്ന് വേദം പറയുന്നു. അപ്പോൾ അതിന് ഒരു പൊതുമ, ഒരു ആധാരം ഉണ്ടാവണം നമുക്ക്, പൊതുവായിട്ടുള്ള ആധാരം. ആ ആത്മസത്തയിലേക്ക് പോകുമ്പോൾ നിരതിശയാശ്ചേതന, അടിസ്ഥാനപരമായിട്ട് ചേതനങ്ങൾക്ക് വ്യത്യാസമില്ല എന്ന് ആനുമാനികമായിട്ട് സിദ്ധമാകുന്നു. പിന്നെ സാഖ്യദർശനവും യോഗദർശനവും കൊണ്ട്. ഓക്കെ, അപ്പോൾ 2 4 ദർശനങ്ങളുടെ 2 ദൃഷ്ടി വന്നു. ഗുണം കൊണ്ട് ഭേദമുണ്ട്, പക്ഷേ അടിസ്ഥാനപരമായിട്ട് സത്ത കൊണ്ട് ഭേദമില്ല. ഇങ്ങനെ 2 ദൃഷ്ടികളുടെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കർമ്മകാണ്ഡത്തിലേക്ക് ഇനി പോകുന്നത്, മീമാംസയിലേക്കും ബ്രഹ്മ വിഷയങ്ങളിലേക്കും ഒക്കെ അടുത്ത പിന്നെ ദർശനങ്ങൾ, അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ഗായത്രി കൊണ്ട് രക്ഷാകരണം ചെയ്യണം എന്ന് പ്രത്യേകം എന്തിനു പറഞ്ഞു? അത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പം രക്ഷ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നാം വലിയൊരു പാരസ്പര്യത്തിലാണ് ഇരിക്കുന്നത്. മനസ്സ് നമ്മളുടേത് മാത്രമല്ല, മനസ്സുൾപ്പെടെയുള്ള സംഗതികൾക്കൊരു സമഷ്ടിഭാവമുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ സമഷ്ടി മനസ്സിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട്, ഇപ്പം അവർ പറയുന്ന ഘടാകാശം മഠാകാശം എന്നൊക്കെ പറയുന്നത്, അത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. പിന്നെ ഈ അവച്ഛേദവാദം എന്ന് പറയും വേദാന്തത്തിൽ. പിന്നെ കാരണം അവിടെ സത്ത ഒന്നല്ലേ ഉള്ളൂ, ബ്രഹ്മമേ ഉള്ളൂ. അപ്പോൾ ബ്രഹ്മത്തിൽ എങ്ങനെ ജീവന്മാർ വന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഘടാകാശം മഠാകാശം. സന്യാസി ഇരിക്കുന്ന മഠം, പിന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ വെച്ചിരിക്കുന്ന കുടം, ആകാശം 2ലും തുല്യമാണ്, അകത്തും പുറത്തും ഒന്നേ ഉള്ളൂ. പക്ഷേ ഘടത്തിന് പ്രത്യേകമായിരുന്നല്ലോ. നമ്മൾ ഇവിടെ ഇരിക്കുന്ന പിന്നെ ഒഴിഞ്ഞ കുടം നമ്മൾ ഒരു പിന്നെ ജലാശയത്തിൽ കൊണ്ടുപോയി, കുളത്തിലോ മറ്റോ കൊണ്ടുപോയി മുക്കിയെടുത്തു, വെള്ളം നിറച്ചു, അത് നമ്മൾ തിരിച്ചിവിടെ കൊണ്ടുവച്ചു, വെള്ളമെല്ലാം കുടിച്ചു കഴിഞ്ഞു, അതിനിടയ്ക്ക് ഇത് താഴെ വീണ് പൊട്ടി. അപ്പോൾ ഈ സഞ്ചരിച്ചു പോയി കുടത്തിൻ്റെതായ സ്വന്തമായിരുന്ന ആ സൂത്രം അവിടെ പോയി. അത് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഭാഗമായിരുന്നു. ഒരു അവച്ഛേദം മാത്രമാണ്, തത്കാലത്തേക്കുള്ള ഒരു അവച്ഛേദം മാത്രമാണ് ഈ കുടം തീർത്തത്. അങ്ങനെ എന്തിനെ വേണമെങ്കിലും നമുക്ക് അങ്ങനെ ബന്ധിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ പോകുന്ന പോലെ നമ്മളുടെ ശരീരമാകുന്ന കുടങ്ങൾ,
അല്ലെ മഠങ്ങൾ, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അവ മനസ്സിനെ ഒരു പ്രത്യേക രീതിയിൽ അവച്ഛേദം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ, നിന്റെ എന്നിങ്ങനെയുള്ള ഭേദത്തിൽ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ചലനം ഉണ്ടായാൽ പ്രപഞ്ചത്തിൽ എവിടെയും ആ ചലനം ഉണ്ടാവാം. ഇവിടെ വെള്ളം, ജലാശയത്തിൽ ഒരിടത്ത് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അതിൻ്റെ അലകൾ അതിൻ്റെ പരിധിയിലോട്ട് പോവുകയാണ് അതിൻ്റെ ശക്തി അനുസരിച്ച്. അപ്പം ഇങ്ങനെ പരസ്പരം അലകൾ തീർക്കുവാൻ നമുക്ക് കഴിയും. എന്നിടത്താണ് നന്മ ചിന്തിക്കണം, ധർമ്മം ആചരിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വിഷയം എന്ന് വെച്ചാൽ ഇനി ബുദ്ധിയിലേക്ക് വന്നാൽ ധിയോ യോന പ്രചോദയാ എന്നാണല്ലോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈശ്വരൻ്റെ പ്രേരണ തേടണം, നേടണം, അനുഭവിക്കണം. ഈശ്വരൻ നിരന്തരമായ വെളിച്ചമാണത്, നിരന്തരമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ബാഹ്യപ്രേരണകളാണ് നമ്മളെ നയിക്കുന്നത്. അത് ഒഴിവാക്കിക്കൊണ്ട് ആ ആന്തരപ്രേരണയെ, ആന്തരികമായ വെളിച്ചത്തെ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇതാണ് ഗായത്രിയുടെ ഉപദേശം. അതിനാണ് സാധന മുഴുവനും. ബാക്കി എല്ലാ സാധനകളും നമുക്ക് കാമത്തിൻ്റെ പൂരണത്തിനെ ഉതകുകയുള്ളൂ, മോക്ഷസിദ്ധിക്ക് ഉതകുകയില്ല. അതുകൊണ്ട് ദേവയാനത്തെ സംബന്ധിച്ച് ആ വിഷയത്തിലൊരു സംശയവുമില്ല. ഗായത്രി മന്ത്രമാണ് അതിൻ്റെ മൂല മന്ത്രം. അതിനുള്ള വിധിവിധാനമാണ് സന്ധിയിൽ പറയുന്നത്. ഇനിയുള്ളത് എങ്ങനെയാണ്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ കാമം എന്ന് പറയുന്നത് ധർമ്മത്തെ സംബന്ധിച്ച് ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ സാഖ്യദർശനം പഠിക്കുമ്പോൾ യോഗത്തിൻ്റെ അനുബന്ധമായിട്ട് പഠിക്കേണ്ടതാണത്. യോഗദർശനം, കാരണം യോഗദർശനം പ്രാക്ടീസും സാഖ്യം അതിൻ്റെ തത്വവുമാണ്, അതിൻ്റെ തിയറിയുമാണ്. അപ്പം സാഖ്യത്തിൽ അവിടെ കൃത്യമായിട്ടൊരു ഒരു ഒരു വകഭേദം നമുക്ക് കൽപ്പിക്കുന്നുണ്ട് ബുദ്ധിക്ക്. ബുദ്ധിയും ബുദ്ധിയുടെ പ്രയോഗത്തിന് വേണമെങ്കിൽ നമ്മൾ ആധുനിക ഭാഷ ഫാക്കൽറ്റി എന്ന് പറയാം. ധർമ്മം, ഒരു ക്രമമുണ്ട്. ധർമ്മം, ഐശ്വര്യം, വൈരാഗ്യം, ജ്ഞാനം. ഇത് നാലും ചേരുന്നതിനെയാണ് സദ്ബുദ്ധി എന്ന് പറയുന്നത്. ബുദ്ധിയുടെ മൗലികമായ ഭാവങ്ങൾ. ധർമ്മം പുറത്തല്ല. അപ്പം ശരി തെറ്റ്, ഏതാണ് ശരി ഏതാണ് നന്മ എന്നത് തിരിച്ചറിയുവാനുള്ള മൗലികമായ നമ്മളുടെ ആ കഴിവ് അത് ആത്മാവിനുണ്ടല്ലോ. ആത്മാവിനുള്ളതിന് ഇപ്പം കാണാനുള്ള കഴിവ് ആത്മാവിനുണ്ട്, പക്ഷെ അത് അല്പമാണ്. അതുകൊണ്ട് കണ്ണ് വേണം പുറത്തേക്ക് നോക്കാൻ എന്ന് പറയുന്നത് പോലെ ധാർമ്മികത, എനിക്ക് ഉത്തരോത്തരം ഉയർന്നു പോകണം, ഊർധ്വഗതി. ഇപ്പോഴത്തെ ഈ സുഖം പോരാ, എനിക്ക് അല്പമായതിൽ നിലനിൽപ്പ് വേണ്ട, എൻ്റെയും മറ്റുള്ളവരുടെയും അല്പത്വത്തെ താണ്ടി എനിക്ക് വലുതിലേക്ക് പോകണം, അനന്തതയെ പുൽകണം. ഈ ചിന്ത എല്ലാ ജീവനുമുണ്ട്, വളരാനുള്ള ആഗ്രഹം എല്ലാ ജീവനുമുണ്ട്. അപ്പോൾ അത് ആ പ്രവണതയെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അതിനെ പുറത്ത് കാണിക്കുന്ന അവയവത്തിൻ്റെ പേരാണ് ധർമ്മം. ബുദ്ധിയിലാണ് അതിരിക്കുന്നത്. ആ ഫാക്കൽറ്റിക്ക് ധർമ്മം എന്ന് പറയും. ഇനി അതിനോ ആ വളർച്ചയ്ക്കോ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സാധനം വേണം, ഐശ്വര്യം. അപ്പോൾ ഐശ്വര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിപ്പം പറയും, ഒരാളങ്ങോട്ട് വന്ന് നമ്മൾ സാധാരണ ഭാഷ പറയുകയാണ്, നല്ല ഐശ്വര്യമാണ്, കറണ്ട് പോയി എന്ന് പറയത്തില്ലേ? അതിലുണ്ട് അതിൻ്റെ ആ കഥ അതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ തടസ്സം ഇല്ലാഴിക. അങ്ങനെ തന്നെയാണ് പരമ്പരയിൽ അതിനെ നിർവചിക്കുന്നത്. ഐശ്വര്യം കൊണ്ട് എന്ത് ഫലം പറഞ്ഞിട്ടാണ് അതിനെ നിർവചിക്കുന്നത്. അല്ലെങ്കിൽ ഐശ്വര്യം എന്ന് പറഞ്ഞ് ഈശ്വരതയാണല്ലോ, അത് ഈശ്വരനായിട്ട് അതിന് ബന്ധമുണ്ടല്ലോ. പക്ഷെ എന്താണത്? അവിഘാത, ഐശ്വര്യാത് അവിഘാത എന്ന് പറയും സാഖ്യദർശനം. ഐശ്വര്യം കൊണ്ട് എന്തുണ്ടാകുന്നു? തടസ്സമില്ലാഴിക ഉണ്ടാകുന്നു. അപ്പോൾ ബുദ്ധി ഉണ്ട് എങ്കിൽ, ബുദ്ധിയിൽ നിങ്ങൾ ധർമ്മമെന്ന് പറഞ്ഞ് തുറന്നിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടത്തിൽ തടസ്സമില്ലായിക അനുഭവപ്പെടണം. അപ്പോൾ ധർമ്മത്തിലാണ് നമ്മൾ എങ്കിൽ നമുക്ക് സുഖാനുഭവത്തിന് തടസ്സമുണ്ടാവരുത്. ആഗ്രഹിച്ചാൽ അപ്പോൾ തന്നെ നിവൃത്തി ഉണ്ടാവും. അതാണ് ഐശ്വര്യം. ഈ ഐശ്വര്യവും ധർമ്മവും കൂടി കൃത്യമായിട്ട് പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉയർച്ച ഉണ്ടാവുകയും സാധാരണ താല്പര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് വൈരാഗ്യം ഉണ്ടാവുകയും ചെയ്യും. ആ വൈരാഗ്യം ജ്ഞാനത്തിലേക്ക് പോകും. ഇതെല്ലാം ബുദ്ധിയുടെ തന്നെ തലങ്ങളാണ്. അത് മോക്ഷം, ബാക്കി എന്തൊക്കെ ഉണ്ടായാലും കാര്യമില്ല, ജ്ഞാനം ഉണ്ടായാലേ മോക്ഷം കിട്ടുകയുള്ളൂ. കാരണം ദുഃഖത്തെ കൈകാര്യം ചെയ്യണമെങ്കിൽ ദുഃഖമാകുന്ന, നേരത്തെ പറഞ്ഞ മൂലാവിദ്യ തൊട്ട് കിടക്കുന്ന എല്ലാ സാമഗ്രികളെയും താണ്ടിയിട്ട് വെളിച്ചത്തിൻ്റെ ആ അനുഭവത്തിലേക്ക്, വെട്ടവെളി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ ജ്ഞാനം പ്രവർത്തിച്ചേ പറ്റുള്ളൂ. ജ്ഞാനം ഉണർന്നേ മതിയാവും. ഇതെല്ലാം ബുദ്ധിയിലുണ്ട്. അതിനാണ് നമ്മൾ 1000 ഇതിനുള്ള താമര എന്നൊക്കെ യോഗശാസ്ത്രവും അതുപോലെ അനുബന്ധ ചിന്തകളിലുമൊക്കെ ഇതിനെ താമരയായിട്ട്, പത്മമായിട്ട് കാണുന്നത്. ബുദ്ധിയെ പത്മമായിട്ട്. അതിൻ്റെ പലതരം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 വിഭാഗങ്ങളിലെ വകുപ്പുകളാണ് ധർമ്മം, ഐശ്വര്യം. ഇത് നിങ്ങൾ ഉറപ്പിച്ചു പോകണം, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ധർമ്മം, ഐശ്വര്യം, വൈരാഗ്യം, ജ്ഞാനം. ഇത് ഉത്തരോത്തരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന. ഏതിനെങ്കിലും ക്ഷതമുണ്ടായാൽ അടുത്തത് ഉണരില്ല. അപ്പം ധർമ്മം അത് പ്രവൃത്തിയും ശുദ്ധമായ പ്രവൃത്തി, ധാർമ്മികമായ പ്രവൃത്തി, വേദ ഉചിതമായ പ്രവൃത്തി, ഈശ്വരന് സമർപ്പിക്കാൻ കൊള്ളാവുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരാളുടെ ധർമ്മ ലെവൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അയാൾക്ക് തടസ്സമില്ലായ്കയുണ്ടാവും, അയാൾക്ക് വൈരാഗ്യബുദ്ധി ഉണ്ടാവും, അയാൾ സ്വാഭാവിക ജ്ഞാനത്തിലേക്ക് പോകും. ഇതെന്തുകൊണ്ട്, എങ്ങനെയാണ്? ഉപദേശമല്ല, മറിച്ച് ബുദ്ധി എന്ന് പറയുന്ന അവയവത്തിൻ്റെ തന്നെ അതിൽ തന്നെ ചൂണ്ടിയിട്ടാണ് ഈ ആനുമാനിക ശാസ്ത്രങ്ങൾ അതിനെ ഉറപ്പിക്കുന്നത്. അതിനുശേഷമേ നമുക്ക് മീമാംസയിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ സാഖ്യദർശനത്തിൽ അത് വൃത്തിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഉറപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ധർമ്മം എന്ന് പറഞ്ഞ സംഗതി പ്രവർത്തിക്കാതിരിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ എനിക്ക് വേണ്ടി എന്ന മട്ടിൽ വാസനയിലും സംസ്കാരത്തിലും കുടുങ്ങിയിരിക്കുന്ന കർമ്മങ്ങളെ മാത്രം ചെയ്തുകൊണ്ട് വേദനിഷേധം ചെയ്യുമ്പോഴാണ്. ധർമ്മനിഷേധവും വേദനിഷേധവും രണ്ടല്ല. കാരണം വേദം അറിവാണ്, ധർമ്മം അറിവിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ധർമ്മവും അറിവും തമ്മിൽ പരസ്പരം ബന്ധിതമാണ്. ആ നിലയ്ക്ക് ധർമ്മത്തെ തെറ്റിച്ചാൽ വേദം തെറ്റും, വേദത്തെ തെറ്റിച്ചാൽ ധർമ്മവും തെറ്റും. ആ നിലയ്ക്ക് ഇവിടെ സംഭവിക്കുന്ന എന്താണ്? കാമത്തെ മുൻനിർത്തുമ്പോൾ, അതാണ് മാഗൃധ. ഈശ്വരന് സമർപ്പിക്കാൻ കൊള്ളാവുന്ന കാമമേ പാടുള്ളൂ എന്ന് ആദ്യം തന്നെ നിഷേധിച്ചത് അതാണ്. കാരണം നമുക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല. കാമങ്ങൾ പലതുണ്ടാവാം. വിശേഷം ഒരു വലിയ പരസ്പര ബന്ധിതമായ വ്യവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഏറ്റവും കൂടുതൽ പരസ്പര സ്വാധീനം ഉണ്ടാവും. പരസ്പര സ്വാധീനത്തെ കൃത്യമായിട്ട് വകതിരിക്കണം എന്നതാണ് ദേവയാനത്തിൽ പ്രത്യേകം പഠിക്കുന്നത്. അതുകൊണ്ടാണ് സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം എന്നൊക്കെയുള്ള ഉപദേശങ്ങളൊക്കെ വന്നത്. സത്സംഗം ചെയ്യണം, അപ്പോൾ പരമാവധി സത്തുക്കളോട് യോഗം ചെയ്യണം. അതിനർത്ഥം എന്താണ്? അസത്തുക്കളുടെ ബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അസത്തുക്കളുണ്ട്. അതുകൊണ്ടാണല്ലോ സത്തുക്കളുടെ സംഘം വേണം. മോക്ഷത്തിന് നിർബന്ധമായിട്ട് സത്സംഗം വെച്ചു. സത്സംഗമില്ല, അതുകൊണ്ടാണ് നഹ് 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 അസ്മാകം, ഞങ്ങൾക്ക്, അസ്മാൻ ഞങ്ങളെ രക്ഷിച്ചാലും, ഒറ്റയ്ക്കല്ല ഒരുമിച്ചാണ്. അപ്പം മോക്ഷചിന്ത അല്ലെ വേദചിന്തയുടെ പ്രധാനപ്പെട്ട അതിൻ്റെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയം, ഈ ആഭിചാരക്രിയകൾ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന മുഴുവൻ ആഭിചാരക്രിയകളും വൈയക്തികങ്ങളാണ്. ഏത്? അതിൻ്റെ ആ ദുർമന്ത്രവാദം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൂടപ്രയോഗങ്ങൾ, കൂടോത്രം, ക്ഷുദ്രം, ഇതിനേക്കാണല്ലോ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് മുഴുവനും സമൂഹം വൈയക്തികമായി തീർന്നതിൻ്റെ ദുഷ്പരിണാമമാണ്. മധ്യകാലത്തെ അത് കാണുന്നുള്ളൂ, അതിന് മുമ്പില്ല. അപ്പോൾ വൈദികത നിലനിൽക്കുന്ന സമയത്ത് വർണ്ണവ്യവസ്ഥ ഉണ്ടാകും, അത് ആഗോളമായിരിക്കും. അവിടെ മാതൃത എന്ന് മാത്രമല്ല, ശത്രുക്കൾക്ക് ദോഷം വരത്തക്ക രീതിയിലുള്ള പ്രയോഗങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെ മനസ്സിലാക്കണം? മാതൃത എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരാളുടെ നമ്മൾ കഴുകന്റെ പോലെ നമ്മളുടെ ആക്കാതിരിക്കുക. ഇവിടെ അത് മാത്രമല്ല, ശത്രുദോഷം, പറയാം ദുഷത്തോ വധായ തുടങ്ങി ദ്വേഷം നേരത്തെ ഉണ്ടല്ലോ. പിന്നെ ദ്വിട്ടുകളെ, ദ്വേഷത്തെ, ദ്വേഷമെന്ന ആ ഘടകത്തെ പോലും അത് തന്നെ എൻ്റെ മുമ്പിൽ നിന്ന് ഒഴിവാകണം. കാരണം കാമം എങ്ങനെ സിദ്ധിക്കുന്നത്? ദ്വേഷമുള്ളപ്പോൾ കാമം സിദ്ധിക്കില്ല. പിന്നെയോ ചുറ്റുപാടും ദ്വേഷിക്കുന്നവരാണ് എങ്കിൽ, ശത്രുക്കളാണ് എങ്കിലോ പ്രശ്നമാണ്. പക്ഷേ എനിക്ക് ആഗ്രഹിക്കാവുന്നല്ലേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ശത്രുക്കളല്ലാതിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹിക്കാം, പക്ഷെ ആവാതിരിക്കില്ലല്ലോ. കാരണം നേരത്തെ പറഞ്ഞ പോലെ താല്പര്യങ്ങളുടെ സംഘർഷം ഉണ്ടാവും, ആണല്ലോ. അപ്പം വൈദികത വരുമ്പോൾ ഏകമന്ത്രവും സമുദിയുമായിട്ട് പറയുന്നത് എന്താണ്? വേദത്തിന് പറയാനുള്ളത് സംഘച്ഛത്വം, സമ്പദത്വം. നിങ്ങൾ ഒരുമിച്ച് പോകണം, ഒരുമിച്ച് ചിന്തിക്കണം. കാരണം ഈശ്വരനെ നമ്മൾ മുൻനിർത്തി ഒരു പൊതുവായ പിതൃത്വം നമുക്ക് നമ്മുടെ മുമ്പിൽ മാനകമായിട്ടുണ്ട് എങ്കിൽ, ഈശ്വരൻ മാതൃകയാണെങ്കിൽ നമുക്ക് ഒരുമിക്കാൻ കഴിയും. ഈശ്വരനെ അംഗീകരിക്കാത്ത ഒരു സമൂഹമുള്ളപ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ടമുള്ളപ്പോൾ, നിശ്ചയമായിട്ടും ഈ ശത്രുത ഉണ്ടാവും, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പം മധ്യകാലത്തുണ്ടായ വിഷയം എന്താണ്? വൈയക്തികമായ ചിന്ത വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയെ മുൻനിർത്തി പ്രവർത്തിക്കാൻ തുടങ്ങി. നമുക്ക് ആദ്യം എന്താണ്? നോക്ക്, വേദം പറയുന്നു മിത്രസ്യ ചക്ഷുഷ സമീക്ഷാമഹേ, പരസ്പരം നിങ്ങൾ എങ്ങനെ നോക്കിക്കാണണം? മിത്രസ്യ ചക്ഷുഷ, വേദത്തിന്റെ നിർദ്ദേശം അതാ, മിത്രദൃഷ്ടിയിൽ തന്നെ നോക്കിക്കാണണം. അദ്വൈത ചിന്തയുടെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ട് യാജ്ഞവൽക്യൻ ഉപദേശം ആരംഭിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ദ്വൈതവും അദ്വൈതവും തമ്മിൽ എന്താണ് വ്യത്യാസം? ദ്വിതീയ വൈ ഭയം ഭവതി, രണ്ട് എന്ന് കൽപ്പിച്ചാൽ ഭയമുണ്ടായി. ഭയം വരുമ്പോഴോ പിന്നെ നമ്മൾ എന്ത് കർമ്മമാണ് ചെയ്യുക? നമുക്ക് മോക്ഷചിന്തയൊന്നുമില്ല, ഭയത്തെ എങ്ങനെങ്കിലും മറികടന്നേ പറ്റുള്ളൂ. അതിന് നമ്മൾ എന്തും ചെയ്യുക. അപ്പം ധർമ്മം എന്തായിട്ട് മാറും? ആപദ്ധർമ്മമായിട്ട് മാറും, അല്ലേ?
ധർമ്മം മാറുന്നു. ധർമ്മം അതിൻ്റെ ഒരു നോർമൽ സ്വീക്വൻസിൽ അത് നടക്കാതെ പോകുന്നു. നമുക്ക് ഒരുമിച്ച് ലക്ഷ്യം നേടുക, അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമ്മൾ പ്രയത്നിക്കുന്നു, കൂട്ടമായിട്ട് ചേർന്നുകൊണ്ട്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂട്ടായിട്ട് ചേരുന്നു, ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കുന്നു, ഈട്ടം കൂട്ടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വീതം വെക്കുന്നു. ഒറ്റയ്ക്കൊറ്റയ്ക്ക്. അപ്പോൾ ഒരുമിച്ച് തേടുന്നു, ഒരുമിച്ച് നേടുന്നു, ഒറ്റയ്ക്കൊറ്റയ്ക്ക് അനുഭവിക്കുന്നു. ഇതാ നിയമം. ഈ നിയമം തെറ്റുമ്പോൾ ഞാൻ, നീ, നമ്മുടെ, നിങ്ങളുടെ എന്ന വ്യത്യാസം വരുന്നതോടുകൂടി അസ്മത് യുഷ്മത് എന്ന് പറയുന്നത് ഇരുട്ടും വെളിച്ചവും പോലെയാണെന്ന് ശങ്കരൻ പറയും. രണ്ടും തമ്മിൽ ചേരില്ല. അത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന യഥാർത്ഥ അദ്വൈതത്തിന് ബാധയുണ്ടാവുക. അതായത് ഈശ്വരനാണ് ഇവിടെ അദ്വൈതം എന്ന് പറയുന്നത്. നമ്മയെല്ലാം ബന്ധിപ്പിക്കുന്ന, ഈ ലോകവും നമ്മളും ഒക്കെ ചെതറിപ്പോകാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരുടെയും സ്വാർത്ഥസിദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആ അദ്ഭുത സത്ത, അതിനെ മാനിക്കാതെ അതിൻ്റെ തത്വത്തെ മനസ്സിലാക്കാതെ നിലകൊള്ളുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരം സ്വാഭാവികം. ദ്വേഷത്തെ, അപ്പം നമുക്ക് ഇച്ഛയുമുണ്ട് ദ്വേഷവുമുണ്ട്. വർദ്ധിക്കുന്നത് ഏതാണ്? ഇച്ഛ, നല്ല ആഗ്രഹങ്ങൾ വർദ്ധിച്ചിട്ട് ഭൂമാവൈസുഖം, അപാരമായ സുഖത്തിലേക്ക് നമുക്ക് നീങ്ങണം. ഇത് പോരാ, നമ്മൾ ഒരുമിച്ച് അധ്വാനിച്ച് മോക്ഷത്തിൻ്റെ വ്യവസ്ഥ ഉണ്ടാക്കണം എന്ന ചിന്തയാണ് വേദം മുന്നോട്ട് വെക്കുന്നത്. അവിടെ ഇച്ഛയാണ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ പറയും പരഗുണ പരമാണൂൻ പർവ്വതീകൃത്യ നിത്യം. അന്യരുടെ ഗുണങ്ങളുടെ അല്പം, ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പർവ്വതമായിട്ട് കണ്ടുകൊള്ളണം. ഗുണങ്ങളെ പർവ്വത തുല്യമാക്കുക, ദോഷങ്ങളെയോ കടുകുമണിയാക്കുക. ഇതാണ് വേദത്തിൻ്റെ ചിന്ത. ഇന്ന് നടക്കുന്നത് എന്താണ്? തിരിച്ച് ഗുണങ്ങളുണ്ടെങ്കിൽ അതിനെ കടുകാക്കും, ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെ പർവ്വതമാക്കും. ഇതാണ് ആ വീക്ഷണ വ്യത്യാസം. അപ്പം മിത്രസ്യ ചക്ഷുഷാ സമീക്ഷാമഹേ, നമുക്കൊക്കെയും മിത്രദൃഷ്ടിയിൽ തന്നെ നമുക്ക് പരസ്പരം നോക്കിക്കാണണം. മിത്രസ്യ ചക്ഷുഷാ സമീക്ഷന്താം, ഇത് ഈശ്വരൻ്റെ മുമ്പിൽ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞയാണ്. അപ്പം അങ്ങനെ ഈശ്വര ബുദ്ധിയോടുകൂടി ആസ്തികതയോടുകൂടി പെരുമാറുന്ന ആളുകൾ, പക്ഷേ ഈശ്വരബോധം ഉണ്ടാവണം. കാരണം ഈശ്വരൻ്റെ സ്വരൂപബോധം ഉണ്ടാവണം. ഈശ്വരൻ നമ്മളും തമ്മിൽ വ്യാപക സംബന്ധമാണുള്ളത്, അല്ലാതെ വിഗ്രഹ ആരാധക സംബന്ധമല്ല ഉള്ളത്. നമ്മുടെ മുമ്പിലിരിക്കുന്ന പ്രതിമയല്ല ഈശ്വരൻ, മറിച്ച് ഉള്ളിൽ അകത്തും എപ്പോഴും ഓതപ്രോതമായിരിക്കുന്നു. ഈശ്വരനെ വിട്ടുകൊണ്ട് എനിക്ക് ഒരു നിമിഷം പോലും കഴിയാനാവില്ല, ഒരു ജന്മത്തിലും കഴിയാനാവില്ല. ബാക്കിയുള്ള എല്ലാത്തരം ബന്ധങ്ങളും ജന്മജന്മാന്തര സംഭവങ്ങളാണ്. അച്ഛൻ അമ്മ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രാഥമിക ബന്ധങ്ങൾ പോലും ഈ ജന്മത്തിന് മാത്രം ബാധകമാണ്. എല്ലാ ജന്മത്തിലും എനിക്ക് ഒരേ അച്ഛനും അമ്മയും ആയിരിക്കില്ല. പക്ഷെ ഈശ്വരനും ഞാനും തമ്മിലുള്ള ബന്ധം അത് ത്രികാല സിദ്ധമാണ്. അപ്പം ഈ ബോധമാണ് നമ്മളെ എന്താക്കുന്നത്? ശരിയായ സാധനയിലേക്ക്, ആസ്തികതയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം അവിടെ മിത്രദൃഷ്ടി സ്വാഭാവികമാണ്. നമുക്ക് ആരെയും വെറുക്കാനാവില്ല. അതുകൊണ്ടാണല്ലോ ഇതിനനുബന്ധമായിട്ട് ഈശോപനിഷത്തിൽ അല്ലെങ്കിൽ യജുർവേദത്തിൻ്റെ ചരമാധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തതോ ന വിജുഗുപ്സതി, തതോ ന വിജികിത്സതി എന്ന് തതോ ന വിജുഗുപ്സതി. വിജികിത്സതി എന്നാണ് വിജികിത്സ, സന്ദേഹമില്ല. ഇത് എൻ്റേതാണോ അവൻ്റേതാണോ നിൻ്റേതാണോ ഇമ്മട്ടുള്ള സന്ദേഹമൊന്നുമില്ലാതാവുന്നു. എന്തുകൊണ്ട്? ആത്മനി, എല്ലാറ്റിനെയും ആ ആത്മാവിൽ കാണുന്നു, ആ ആത്മാവിനെ എല്ലാറ്റിലും കാണുന്നു. അനുപശ്യത, തുടരെ കാണാനാവുന്നു. ആ ദൃഷ്ടിയുണ്ട്. ആ ദൃഷ്ടി നേടിക്കഴിഞ്ഞാൽ പിന്നെന്താണ്? സംശയമില്ല. അപ്പം അതിനെ ഈശോപനിഷത്ത് അതിൻ്റെ മാധ്യന്തിന ശാഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. വിജികിത്സയ്ക്ക് വിജുഗുപ്സ നിന്ദിക്കുന്നില്ല. ഈശ്വരനാകുന്ന അധികരണത്തിൽ ഈ വസ്തുക്കളെല്ലാം കാണാൻ കഴിയുന്ന, ഈ ജീവന്മാരെ എല്ലാം കാണാൻ കഴിയുന്ന ആ ദൃഷ്ടി നേടിക്കഴിഞ്ഞാൽ പിന്നെ വിജുഗുപ്സ, നിന്ദ ഉണ്ടാവില്ല. നമുക്ക് ആരെയും നിന്ദിക്കാനാവില്ല. ആക്രമിക്കും നമ്മളെങ്ങനെ? ധർമ്മത്തിൻ്റെ പക്ഷത്തും അധർമ്മത്തിൻ്റെ പക്ഷത്തും നിന്ന് അതെല്ലാം ചെയ്യും, യുദ്ധമെല്ലാം നടത്തും. പക്ഷേ നിന്ദയില്ല. അതുകൊണ്ടാണ് അവസാനത്തെ ഈ യുദ്ധത്തിൻ്റെ എല്ലാം നമ്മളിതിനെ വളരെ കൃത്യമായിട്ട് രാമായണത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ രാമനെതിരെ നിൽക്കുന്ന ചിത്രശക്തികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവരെല്ലാം മായാവിമാരാണ്. രാവണനും ഈ പറയുന്ന കുംഭകർണനും മേഘനാഥൻ ഇവരെല്ലാം മായാവികളാണ്. ഈ മായാവിത്വം എന്താണ്? ഈ പറയുന്ന, അതായത് നേരത്തെ പറഞ്ഞല്ലോ, തത്കാലത്തെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പ്രകൃതിയിൽ അധികാരം നേടിയിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കി ഇന്ദ്രജാലം തുടങ്ങിയുള്ള ക്രിയകളിലൂടെ തട്ടിപ്പ് നടത്തി ആളുകളെ എന്ത് ചെയ്യുകയാണ്? വിഹ്വലത സൃഷ്ടിച്ച്, ഭയം സൃഷ്ടിച്ച് കൊള്ളയടിക്കുക. ഭയമാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം അഭയമാണ്. നമ്മൾ ഈ ഈശ്വരനിലൂടെ നമുക്ക് എന്താ ഉണ്ടാകുക? അഭയമാണ്. ഓക്കെ, അഭയം വൈ ബ്രഹ്മ.
ഈ ഉപനിഷത്ത് നിരന്തരം പറയുന്ന അഭയം അഭയം അഭയം, ഭയരഹിതമായ നമുക്കെല്ലാവർക്കും ഭയം ഇല്ലാതാകണമെങ്കിൽ നാം എല്ലാം ഈശ്വരനോട് ചേരണം. ഓക്കെ, ഈശ്വരനിലാണ് എന്നറിയണം. അവിടെ ഭയം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈശ്വര വിരുദ്ധമായ പ്രയോഗത്തിന്, അതുകൊണ്ടാണ് മായ എന്ന് പറയുന്നത്. മായാവി, മായ തുടങ്ങിയുള്ള പ്രയോഗങ്ങളെല്ലാം പ്രകൃതിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സയൻസ് വെച്ചിട്ടില്ല ഇന്ദ്രജാലങ്ങൾ കാണിക്കുന്നത്. സയൻസിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് മാജിക്ക്, കൺകെട്ട് വിദ്യകൾ, ഹിപ്നോട്ടിസം, ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സെന്ന് പറയുന്ന സംഗതി പരസ്പരം സ്വാധീനിക്കാൻ കഴിയുന്നതുകൊണ്ടാണല്ലോ ഹിപ്നോട്ടിസം, മെന്റലിസം, ഇതെല്ലാം വളരെ വ്യാപകമായിട്ട് ഇന്നും ഉണ്ടല്ലോ. അപ്പോൾ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ രീതിയിൽ. ഇവിടെ ഉദ്ദേശിക്കുമ്പോൾ പിന്നെ മായ എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇതുമായി തന്നെ മന്ത്രവാദം, ദുർമന്ത്രവാദം, അവിടെ ഉദ്ദേശിക്കുന്നത് പ്രകൃതി ശക്തികളെ സ്വാധീനിക്കുകയാണോ, അതോ രണ്ട് പലരും, അതായത് പൊതുവെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതിന്റെ പരിമിതികളോട് ഞാൻ പറയുകയാണ്, ഏതൊക്കെയോ പിന്നെ ദേവതകളെ ഉപാസിച്ച് സ്വാധീനിച്ച് ശത്രുക്കൾക്കെതിരെ വിടുക എന്ന് പറയുമ്പോൾ അവിടെ ഇനർത്ത് മാറ്റർ മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? അവിടെ ഒരു ജൈവ സാന്നിധ്യം ഉദ്ദേശിക്കുന്നുണ്ടോ ഇവര് പറയുന്നത് പോലെ? ഞാൻ അതിലേക്ക് വരാം. അപ്പം ഈ ധർമ്മം എന്ന് പറയുന്ന സംഗതി ഉണ്ട് എങ്കിൽ നമുക്ക് തടസ്സം ഉണ്ടാക്കാൻ ആർക്കും ആവില്ല. അതായത് ധർമ്മത്തെ തുടർന്ന് ഐശ്വര്യം ഉണ്ടായാൽ മതിയാകൂ. ധർമ്മത്തിന് ലോകം ഉണ്ടാകും. കലി എന്നുള്ള പേര് തന്നെ ഇപ്പം നമ്മൾ അയ്യാവേണ്ട സ്വാമികളും മറ്റും പറയുന്നത് ഈശ്വരനുണ്ട് എന്ന് വീണ്ടും എടുത്തു പറഞ്ഞു, അയ്യാ ഉണ്ട് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് അയ്യാവേണ്ട സ്വാമികൾ നിരന്തരം പറയുന്ന ഒരു പ്രയോഗമാണ് കലിയൻ എന്ന് പറയും. അപ്പം മനസ്സിലാണ് കലിയിരിക്കുന്നത്. ഈ കലിയിൽ എന്തേ നോക്കുകയുള്ളൂ? ദ്വേഷമേ ഉണ്ടാവുള്ളൂ, ഭയമേ ഉണ്ടാവുള്ളൂ, ഭയമുള്ളവൻ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ മൂർഖനാണ് ഭയപ്പെടുത്തുന്നത്. അറിവുള്ളവന് ഭയവുമില്ല, ഭയപ്പെടുത്തലുമില്ല. അപ്പോൾ ഈ ഭയം കാണുന്നു, അന്യരിൽ നിന്നും ഭയം കാണുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ നന്മയെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ്, അവനോട് എനിക്ക് ചേരാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പം പൊതുസമൂഹമായിട്ട് നിൽക്കാൻ കഴിയാത്തവർ ഛിന്ന ഭിന്നമാകും. ആ ഛിന്ന ഭിന്നമായവർ ക്ഷുദ്ര പ്രവർത്തനങ്ങൾ ചെയ്യും. അതാണ് ക്ഷുദ്രം എന്നാണ് പറയുന്നത്. പലതരം പ്രയോഗങ്ങൾ. അപ്പോൾ അത് നമുക്ക് ആ സത്യത്തിൽ ആ മന്ത്രവാദം എന്ന് പറയുന്ന അതിൻ്റെ സിസ്റ്റംസിലേക്ക് പിന്നെ പോകേണ്ടി വരും. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തോ അത് പറയാം. അപ്പോൾ ഈ കലി എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, രാമായണത്തിലെ പറയുന്ന മായ, കാരണം അത് പ്രയുക്ത ശാസ്ത്രമാണ്. രാമായണം നമുക്ക് വേദത്തിൻ്റെയും ലോകത്തിൻ്റെയും അനുഭവ തലത്തെയാണ് രാമായണവും ഇതിഹാസവും മറ്റും വിസ്തരിക്കുന്നത്. അപ്പോൾ അവിടെ ഇവരെല്ലാം മായാവിമാരാണ്. 10 തലയുള്ള ദശാനനൻ എന്ന് പറയുന്ന ആളുടെ 10 തല എന്ന് വെച്ചാൽ 10 തലയല്ലല്ലോ, പൊയ്മുഖങ്ങളാണ് അതെല്ലാം. ഈ പൊയ്മുഖങ്ങളിൽ ആ 10 മുഖവും കാട്ടിയാണ് ഇയാൾ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ യഥാർത്ഥത്തിൽ രാവണൻ ഏതാണ് എന്ന അസ്ത്രപ്രയോഗം കൊണ്ട് കൃത്യമായിട്ട് ആൾക്ക് ആ തല കളയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ബല അതിബല എന്നിങ്ങനെ 2 മന്ത്രങ്ങൾ നേരത്തെ തന്നെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് വിശ്വാമിത്രന്. ഇവർക്ക് ഈ 2 കുമാരന്മാർക്കും ഇവരെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറക്കി അദ്ദേഹം കൊണ്ടുപോകുന്നത് മുഴുവൻ ഈ മായാപ്രയോഗങ്ങളാണ് കാട്ടി കൊടുക്കുന്നത്. താടക തുടങ്ങി ആദ്യം തൊട്ട് മുഴുവനും ഈ ആസുര ശക്തികളെയാണ് പരിചയപ്പെടുത്തുന്നത്. അവരെല്ലാം മായാവിമാരാണ്. ഇപ്പം ഖരൻ ദൂഷണം എന്ന് പറയുന്നത് നമ്മൾ സത്യത്തിൽ രാവണനോട് ലങ്കയിൽ നടത്തിയ യുദ്ധത്തോളം ഒരുപക്ഷെ അതിനേക്കാളും വലുതാണ് ഈ ഖരദൂഷണന്മാരോട് ചെയ്യുന്നത്. ഈ ഖരദൂഷണന്മാരാരാണ്? രാവണന്റെ തന്നെ ആളുകളാണ്. അതിനകത്ത് ഏറ്റവും വലിയ രസം അതാണ്. മാരീചനാരാണ്? രാവണന്റെ തന്നെയാണ്. ഇവരെല്ലാം മായാവികളാണ്. മാരീചൻ എന്താ ചെയ്തത്? അല്ലേ, മാനിൻ്റെ രൂപത്തിൽ വന്നു. അപ്പം ഈ മായകളെ കൊണ്ട് ശരീരത്തിനും ബുദ്ധിക്കും ഉണ്ടാക്കുന്ന കേടുകൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന കൃത്രിമങ്ങൾ, ഈശ്വരീയമായ അനുഭവങ്ങളിൽ നിന്ന് നമ്മളെ വഞ്ചിക്കുന്ന, പ്രകൃതിയിലേക്ക് നമ്മളെ ചുരുക്കിക്കളയുന്ന, ഓക്കെ, അതാണ്. അപ്പം നമ്മളുടെ മന്ത്രത്തിന്റെ വിഷയം തന്നെ നിങ്ങൾ ഈശ്വരനെ കൊണ്ട് മൂടണമെന്നാണല്ലോ പറയുന്നത്. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാൻ ജഗത്ത്. ഓക്കെ, ഇതിൽ ഈശ്വരനില്ല എന്ന ധാരണ നമുക്ക് എത്ര കണ്ട് പ്രബലമാണോ അത്ര കണ്ട് നമ്മൾ മായയിലാണ്. മായ നമ്മളെ ബാധിക്കുകയും ചെയ്യും. അതിന് തിരിച്ചു ഗായത്രി മാത്രം. കാരണം എനിക്കൊക്കെ വ്യക്തിയുടെ അനുഭവമുണ്ട്, ഈ മായാപ്രയോഗമുണ്ട്. സാധകർ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പ്രദായ വഴക്കുകൾക്കിടയിൽ ചെയ്യും. ഞാനൊക്കെ അതിന് വിധേയമായിട്ടുള്ളതാണ്, അതിജീവിച്ചിട്ടുള്ളതാണ്. നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ ജീവിച്ചിരിക്കുന്നതിന് ഒരുപക്ഷെ ഗായത്രിയുടെ ബലത്തിലാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാറുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഇങ്ങോട്ട് ചെയ്യാറുണ്ട്. നമ്മൾ അതിനെ ഗായത്രി കൊണ്ട് മറികടക്കുകയും ചെയ്യും. ഇപ്പോൾ രണ്ടുമുണ്ടല്ലോ. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പം കൈവിഷം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതിന് പലതരത്തിലാണല്ലോ.
പിന്നെ നമുക്ക് കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ്. അപ്പോൾ അവിടെ ഭക്ഷണത്തിൽ ദ്രവ്യരൂപത്തിൽ ഓക്കെ കൈവശം കാരണം അതിന് ആയുർവേദത്തിൽ ചികിത്സയുണ്ട്, സുശ്രുതത്തിലും എല്ലാം ചികിത്സ നിർദ്ദേശിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ ചികിത്സ നിർദ്ദേശിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു വർക്കിംഗ് ആയ ശരീരത്തെ ബാധിക്കുന്നതാവണമല്ലോ. അപ്പം ശരീരത്തെ ബാധിക്കുന്നുണ്ട്, ബുദ്ധിയെ ബാധിക്കുന്നുണ്ട്, നമ്മളുടെ ഈ പറഞ്ഞ പിന്നെ കരണത്രയങ്ങളെ ബാധിക്കുന്നുണ്ട്, വാക്കിനെ ബാധിക്കുന്നുണ്ട്, മിണ്ടാൻ പറ്റാതാവുന്ന അവസ്ഥയുണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. വാക് ശക്തിയെ നിയന്ത്രിച്ചു. അന്യർക്ക് നമ്മെ പലതരത്തിൽ ബാധിക്കാൻ പറ്റും, സ്വാധീനിക്കാൻ പറ്റും. മെന്റൽ പവർ കൊണ്ടാണോ അതോ പ്രകൃതി ശക്തി കൊണ്ടാണോ? പ്രകൃതി ശക്തി തന്നെ, പക്ഷേ മൈൻഡ് പവർ ഉപയോഗിച്ച് പ്രാണനെ ഉപയോഗിച്ചാണ്. പ്രാണനെ കൊണ്ട് ഇപ്പം നമുക്ക് പ്രാണായാമാദികളെ കൊണ്ട് ശ്വാസത്തെ നിയന്ത്രിക്കാനും മറ്റുള്ളവരുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യവസ്ഥയിലേക്ക് നമുക്ക് കൈകടത്താനും കഴിയും. മറ്റുള്ളവരുടെ പ്രാണൻ്റെ ഇക്കോസിസ്റ്റത്തെ ബാധിക്കാൻ നമുക്ക് കഴിയും. തൊട്ടടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും വേണ്ട, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, പെട്ടെന്ന് ഒരാൾ കടന്നു വരുന്നു. ആ ആൾ കടന്നു വരുന്നയാൾ നമുക്ക് സാധാരണ കാണാൻ കിട്ടാത്ത ഒരാൾ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളുടെ മൊത്തം ഭാവാദികൾ മാറില്ലേ? ഇപ്പം നമ്മൾ വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു വിശിഷ്ടാതി ഇവിടെ വരികയാണ്, ഇതെല്ലാം പെട്ടെന്ന് നമ്മൾ സാധാരണ ഭാഷ പറഞ്ഞാൽ അടപടലെ മാറും അല്ലേ? ഇക്കോസിസ്റ്റം മാറും. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ ബുദ്ധിയുടെയും പിന്നെ അന്ധകരണത്തിൻ്റെ തലത്തിൽ നടക്കുന്നത്. അതിന് എളുപ്പമുള്ളൊരു ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ധർമ്മശാസ്ത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മവിധികളുണ്ട്. നമുക്ക് ഈ അത്ഭുതം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ, അതും ശ്രദ്ധിക്കത്തില്ല. ഇപ്പോൾ ഒരു ഇലയിലിരിക്കുന്ന അത്ഭുതം നമുക്കറിയത്തില്ല. നമുക്ക് ഒരു ഇല എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇലയുണ്ടല്ലോ, ആ ഇലയിൽ എന്തെല്ലാം അത്ഭുതം നമുക്കറിയില്ലല്ലോ, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ മന്ത്രവാദത്തിലോ അല്ലെങ്കിൽ ഇന്ദ്രജാലത്തിലോ ആണ് നമ്മളുടെ ശ്രദ്ധ പോകുന്നത്, മായക്കാഴ്ചകളാണ് ശ്രദ്ധ പോകുന്നത്. അത് അറിവില്ലാത്തതുകൊണ്ടാണ്. ഈശ്വരൻ നേരത്തെ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന മന്ത്രസിദ്ധി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ദ്രജാലം എന്തെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഭാഗവത്തിലൊക്കെ നല്ല കഥകളുണ്ട് അതിനെ സംബന്ധിച്ച്, അത് മറ്റൊരു വിഷയം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു വന്നത് തൊട്ടു മുമ്പ് പറഞ്ഞു അല്ല, അത് പറഞ്ഞു അല്ല, അതിന് ശേഷം തൊട്ടു മുമ്പ് പറഞ്ഞത് ധർമ്മം, ഐശ്വര്യം, വൈരാഗ്യം, ജ്ഞാനം എന്നുള്ള ആ വിഷയത്തിൽ പറഞ്ഞു വന്നപ്പോഴാണ് ഇതിലേക്ക് വന്നത്. രാമായണമായിട്ട് പറയാറുണ്ട്, മായ എന്ന് പറയുന്നുണ്ട് മാരീചന്. ഇവരൊക്കെ രാവണന്റെ ആൾക്കാരാണ്. മാരീചന്റെ മായയുടെ ഓരോ തലങ്ങളാണ് എന്നാണ്. അപ്പോൾ അതിനെ മറികടക്കുന്ന, അപ്പം ഞാൻ പറഞ്ഞു ഒരു പോയിന്റൂടെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് കിടക്കും. കാരണം പല പല വിഷയങ്ങൾ ഇത് കിടക്കുന്നുണ്ട്. ഈ ധർമ്മത്തിൽ പിന്നെ ഊന്നിക്കൊണ്ടാണ് അധർമ്മിയായ രാവണൻ്റെ മുമ്പിൽ ഏറ്റവും ഒടുവിൽ പോലും മായാപ്രയോഗത്തിന് മറുപടിയെല്ലാം കൊടുക്കുമ്പോഴും അയാൾക്ക് അവശത വരുമ്പോൾ അയാളെ വീണ്ടും ആയുധം നൽകിക്കൊണ്ട് അയാൾക്ക് ഊർജം പകർന്നുകൊണ്ടാണ് വീണ്ടും യുദ്ധത്തിലേക്ക് ക്ഷണിക്കുന്നത്. അല്ലാതെ വീണുടനെ വെട്ടിക്കീറുകയല്ല ചെയ്യുന്നത്. തമ്മിലുള്ള വ്യത്യാസം അതാണ്. രാമൻ്റെയും മറ്റും ദൃഷ്ടി അതാണ്. കാരണം അവർക്ക് ഭയമില്ല എന്നുള്ളതാണ് അവരുടെ വ്യത്യാസം. ഭയം കൊണ്ടാണ് ഇയാൾ ഈശ്വരവിശ്വാസം ഇല്ലാത്തതുകൊണ്ടും ഭയവും ഈശ്വരവിശ്വാസം ഇല്ലായ്മ വരുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരവിശ്വാസത്തിന് പിന്നെ താളക്കേട് വരുമ്പോഴാണ് ഭയം വരിക. ഈശ്വരനിൽ വിശ്വാസമുള്ളവന് ഭയം വരില്ല. ഇത് തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഭയം വരുന്നവൻ ഭയപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ഉപായങ്ങൾ എന്ത് ചെയ്യും, സ്വീകരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടതിൻ്റെ ബീജം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ധർമ്മം ഇല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞാൽ പിന്നെ അതാണ് ഞാൻ പറയാൻ വന്നത്. രണ്ട് കാര്യം ഉണ്ടായിരുന്നു, രണ്ട് ഉദാഹരണങ്ങളാണ്. ഒന്ന് കലി എന്ന് പറഞ്ഞ സങ്കല്പം ഉണ്ടല്ലോ, ആയുർവേദത്തിൽ ഒരു സംഗതിയുണ്ട്. കലിയിൽ നമ്മളുടെ പിന്നെ നളനെ കലി ബാധിച്ചു എന്ന് കേട്ടിട്ടില്ലേ? ഏതാ ഈ പിന്നെ ചൂതുകളി ഉൾപ്പെടെയുള്ള സംഗതിയിലെല്ലാം പെട്ട് പിന്നെ ജീവിതമേ മാറി, അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും എല്ലാം മാറി, അതിപ്രാകൃതനായിട്ട് മാറി നളൻ, മഹാനായ നളൻ. അപ്പം യുധിഷ്ഠിരന് ഉപദേശം കൊടുക്കുന്ന ആ ഇടത്താണ് എന്നെപ്പോലെ ദുഃഖിക്കുന്ന ആരുമില്ല, ഞാൻ ധർമ്മത്തിന് വേണ്ടി ജീവിച്ചയാളാണ്, ഞാനും എന്നെ ആശ്രയിക്കുന്ന മുഴുവൻ ആളുകളും ഇപ്പോൾ കാട്ടിലാണ്, ഇതുപോലൊരു പതിതാവസ്ഥ ആർക്കും വരരുത്, ഇപ്പോൾ ധർമ്മത്തെ പിൻപറ്റുന്നവരുടെയൊക്കെ അവസ്ഥ ഇതല്ലേ, ഇങ്ങനെ ദുരിതം അനുഭവിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ പിന്നെ മാഴുകയാണ്, വേദനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതുപോലൊരു ദുർഘടം മനുഷ്യവംശത്തിൽ ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നും മറ്റും പറയുന്നിടത്താണ്
നീ എന്താ അങ്ങനെ പറയുന്നത്, ചരിത്രം പറയൂ എന്ന് പറഞ്ഞ് ബൃഹദച്ഛൻ തിരുത്തിക്കൊണ്ട് പറയും, നിന്റെ തന്നെ പൂർവീയനായ നളൻ ഇതിനേക്കാൾ കൂടുതൽ ദുഃഖം അനുഭവിച്ചതാണ്. അപ്പം നളൻ്റെ ഉപാഖ്യാനം അവിടെയാണ് വരുന്നത്. അപ്പോൾ അവിടെ സന്ധ്യാവന്ദനത്തിൽ ശ്രദ്ധിക്കേണ്ടത്, സന്ധ്യാവന്ദനത്തിൽ ഒരു ചെറിയ വീഴ്ച വരുത്തിയെന്നാണ് പറയുന്നത്. പിന്നെ കാല് കഴുകുന്നിടത്തോ മറ്റോ വന്നൊരു ചെറിയ, അതായത് പിന്നെ സന്ധ്യാവന്ദന കർമ്മം നിത്യകർമ്മമാണ്. അപ്പം ആ നിത്യകർമ്മത്തിലൊരു ചെറിയൊരു വീഴ്ച, പിന്നെ ശുദ്ധിയെ സംബന്ധിച്ചുള്ള കൈകാലുകളോ മറ്റോ അത് കഴുകാതൊക്കെ കലി ബാധിച്ചു. ആ കലിയാണ് അയാളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചത്. അതായത് അതിന് സൂചന എന്താണ്? അത് വളരെ സൂക്ഷ്മത്തിലാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. പിന്നെ ധർമ്മലോപമുണ്ടാകുന്നിടത്ത് ഐശ്വര്യബാധ ഉണ്ടാവും. ഐശ്വര്യബാധ രണ്ടാമത്തേതാണ് ധർമ്മം, ഐശ്വര്യം. അത് മറക്കരുത്. ധർമ്മം, ഐശ്വര്യം, വൈരാഗ്യം, ജ്ഞാനം. അപ്പം ധർമ്മത്തിന് ബാധ ഉണ്ടാകുന്നിടത്ത് ഐശ്വര്യം അനൈശ്വര്യമായിട്ട് മാറും. അതായത് അധർമ്മം, ഈ 4 അതിൻ്റെ ഓപ്പോസിറ്റുകളുണ്ട്. അധർമ്മം, അനൈശ്വര്യം, രാഗം, മോക്ഷത്തിൻ്റെത് പകരം ദുഃഖം, അല്ലെ ബന്ധനം ഇതുണ്ട്. അപ്പം ബന്ധനസ്ഥരാകണമെങ്കിൽ അധർമ്മത്തിന് നമ്മൾ നിന്നു കൊടുക്കണം. അധർമ്മത്തിന് കൂട്ടു നിന്നാൽ ഓപ്പോസിറ്റ് അനൈശ്വര്യം വരും. അനൈശ്വര്യം എന്തായിട്ട് മാറുന്നു? രാഗം, പറ്റ്. ഒരു കോള് വരുന്നില്ല. കേൾക്കുന്നുണ്ടല്ലോ, ഒരു കോള് കയറി വന്നു. അപ്പോൾ പിന്നെ അനൈശ്വര്യം ഉണ്ടാകുന്നു. അനൈശ്വര്യം സ്വാഭാവികമായിട്ടും വീണ്ടും വീണ്ടും നമ്മളെ എന്ത് ചെയ്യുന്നു? തെറ്റ് ചെയ്യിക്കുവാൻ വേണ്ടി, അതായത് ഒരു അസഹിഷ്ണുത ഉണ്ടാക്കുന്നു. അപ്പം അതൃപ്തി ഉണ്ടാക്കുന്നു. നമുക്ക് എന്തെങ്കിലും നേടിയേ പറ്റുള്ളൂ. അപ്പം ധർമ്മം ചെയ്താൽ നീണ്ടുപോകും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കുറുക്ക് വഴി അന്വേഷിക്കുന്നു. രാഗം അവിടെ സൂചിപ്പിക്കുന്നത് കുറുക്ക് വഴികൾ. പെട്ടെന്ന് ലാഭം ഉണ്ടാകണം. പെട്ടെന്ന് ലാഭം ഉണ്ടാകാൻ വേണ്ടി. കാരണം എന്താണ്? അത് ചെയ്തവർ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുറുക്ക് വഴികൾ അന്വേഷിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും ഇത്തരം ഇന്ദ്രജാലങ്ങൾ, ചൂതുകളി, ഈ മായാവിദ്യകൾ ഇതിലേക്ക് സ്വാഭാവികമായിട്ടും പോകും. അപ്പോൾ അവിടെ ശത്രുത കൂടുന്തോറും നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നിടത്താണ് മന്ത്രങ്ങളുടെ പ്രയോഗമുള്ളത്. ദുർമന്ത്രവാദവും പിന്നെ ദുഷ്ടപ്രയോഗങ്ങൾ എവിടെയാണ് വരിക? ശത്രുത വർദ്ധിക്കുന്നിടത്ത്. അപ്പോൾ ശത്രുത വർദ്ധിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടിയുള്ള ചിട്ടകൾ ആര് പറയുന്നില്ല? അത് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. അസുര ലോകങ്ങളിലേക്ക് അവർ പോകുന്നു, ആത്മഘാതികൾ. ഏതാ? ഈശ്വരനെ വിട്ടുകൊണ്ട്, അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, ആത്മഘാതികളായിട്ട് മാറുന്ന പിന്നെ ആളുകൾ അസുര ലോകങ്ങളിലേക്ക്, അസുര്യ നാമത്തെ ലോക അന്ധേന തപസാവൃത എന്ന് പറയുന്നുണ്ടല്ലോ 3-ാമത്തെ മന്ത്രത്തിൽ. അപ്പം ദുർദേവതാ ഉപാസനകളിലേക്ക് പോകുന്നു, അത് ദുർമന്ത്രവാദത്തിലേക്ക് പോകുന്നു. ദുർമന്ത്രവാദത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ഹിംസയാവണം അവിടെ മുഖ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് അഹിംസയാണ്. ബ്രഹ്മചിന്തയിൽ അഹിംസയേ ഉള്ളൂ. കാരണം അഹിംസ പരമോധർമ്മ യോഗദർശനത്തിൽ പിന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണത്. അഹിംസയിലൂടെ നമുക്ക് അനുഷ്ഠാനങ്ങൾ പോകാൻ കഴിയുള്ളൂ. ഇവിടെ ഹിംസ പ്രധാനമാകുന്നു. അപ്പോൾ ഈ ഹിംസയെ നേരിടേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് രാമായണത്തിൽ രാമനിലൂടെ കാണിച്ചു തരുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്കിവിടെ എല്ലാ വിദ്യകളും, മന്ത്രവിദ്യകളുള്ള പോലെ തന്നെ പിന്നെ വേദത്തിന് വളരെ പ്രാധാന്യമുള്ളതുപോലെ തന്നെ മന്ത്രവാദവും ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, സത്യത്തിൽ ഇപ്പം മലയാളി മാന്ത്രികൻ എന്നാണ് നമ്മൾ അയ്യപ്പനെ പറ്റിയൊരു വിവരണമുള്ളത്. അയ്യപ്പനെ മലയാളി മാന്ത്രികൻ എന്നാണ് പിന്നെ ചോളദേശത്ത് വിളിച്ചിരുന്നത്. അപ്പം മന്ത്രവാദത്തിലൊരു പ്രത്യേക മികവ് നമുക്ക് മലയാളികൾക്ക്, വിശേഷം മലയാളത്തിലെ ഈ ബ്രാഹ്മണ, ഇന്നിപ്പോൾ എല്ലാ ജാതിയിലും മന്ത്രവാദികളുണ്ട്, പിന്നെ വേദവാദികൾ എല്ലാ ജാതിയിലും ഉള്ളതുപോലെ നേരത്തെ അത് കൂടുതലും നമുക്ക് ബ്രാഹ്മണ, അതായത് ഈ അഭിജാത ബ്രാഹ്മണ കുലങ്ങളിലായിരുന്നു സാധാരണ ഉണ്ടായിരുന്നത്. കല്ലൂർ, സൂര്യകാലടി, ഇങ്ങനെയൊക്കെയുള്ള, പിന്നെ അതുപോലെ കാട്ടുമാടം, ഇതൊക്കെ എന്താ പറയുന്നത്, ചില പ്രത്യേക ഭവനങ്ങൾ അല്ലെങ്കിൽ ഗുരുകുലങ്ങൾ തന്നെ അതിനുണ്ടായിരുന്നു. ഇത് പഠിപ്പിക്കുകയും ചെയ്യുന്ന അവിടെയൊക്കെ ടെക്സ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ രഹസ്യവിദ്യയാണ് അത് സംബന്ധിച്ചുള്ള ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങൾ, ഉപദേശം, അഭ്യാസം, അതൊക്കെ ഇങ്ങനെ ചിട്ടയോടെ രക്ഷിച്ചും വന്നിട്ടുണ്ട്. പിന്നെ ശിഷ്യൻ്റെ ഈ ശത്രുതയെ മറ്റും കൈകാര്യം ചെയ്യുന്നതിനുള്ള ദക്ഷത അത് അറിഞ്ഞിട്ട് ഉപദേശിക്കുകയുള്ളൂ, വെറുതെ ഉപദേശിക്കുകയില്ല. ഓരോ വിദ്യയും അതിൻ്റെ എന്താണ് പറയുന്നത്, ആ ശിഷ്യത്വം, പാത്രത പരിശോധിച്ചിട്ടല്ലേ ഉപദേശിക്കുകയുള്ളൂ. ഇതിലും അങ്ങനെയാണ് ചെയ്തിരുന്നത്. അവസാനം ഈ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രവാദം ഇല്ലാതാകാൻ കാരണം നല്ല ശിഷ്യന്മാരില്ലാത്തതായിരുന്നു. അങ്ങനെ അവസാനത്തെ മന്ത്രവാദികൾ അത്
പഠിപ്പിച്ചു കൊടുത്തില്ല എന്നും മറ്റും നമ്മുടെ ഇവിടെ ഐതിഹ്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൽ ആ ആനുഷംഗികമായിട്ട് ദുർദേവതകളെ ഉപാസിക്കുക എന്ന് പറഞ്ഞു. ആ അതെന്താണെന്ന് ഇന്ന് സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് സ്റ്റഡി. ഈശ്വരനല്ലാത്തതിന് ഏക ഉപാസനയ്ക്ക് യോഗ്യമായത് ഒന്നേ ഉള്ളൂ. അതല്ലാത്തതെല്ലാം ദുർദേവതകളാണ്. അവിടെ ഒരു ജീവാത്മാവിന്റെ പ്രസൻസ് ഉണ്ടോ, അതോ മാറ്റർ ആൻഡ് എനർജി മാത്രമാണോ? ഇനർട്ട് മാറ്റർ അല്ല, നമ്മൾ ധ്യാനിക്കുന്ന മനസ്സിൽ കുടിയേറിയിരിക്കുന്ന വിഷയത്തെയാണ് ദേവത എന്ന് പറയുന്നത്. എന്ത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ അന്യരോട് അതിനുവേണ്ടി എടുക്കുന്ന ടൂളല്ലേ ദ്രവ്യം എന്ന് പറയുന്നത്. അങ്ങയുടെ ശബ്ദം എനിക്ക് വ്യക്തമായിട്ട് കിട്ടുന്നില്ല. ആണോ? ഞാനിവിടെ ദ്രവ്യം എന്ന് ഉദ്ദേശിച്ചത് ആ പ്രകൃതിയിലുള്ള മാറ്റർ ആൻഡ് എനർജി എന്ന അർത്ഥത്തിലാണ്. അത് തന്നെ. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംസാരിക്കുമ്പോഴേ പിന്നെ ഈ വിനിമയം ചെയ്യുമ്പം ഒരു ശബ്ദരൂപം അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം കുറേ പേര് ഇവിടെ ഉണ്ടെന്ന് വെച്ചു, കുറേ പേര് കേൾക്കുന്നുണ്ടല്ലോ. ഈ ഒരേ ശബ്ദമാണ് അവർ കേൾക്കുന്നത്. ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടുതലിപ്പം പിന്നെ ചോദ്യോത്തര രൂപത്തിൽ സംവദിക്കുമ്പോൾ ഒരേ രൂപത്തിലാണല്ലോ കേൾക്കുന്നത്. പക്ഷേ എത്തുന്നത് ഓരോരുത്തരിലേക്കും എത്തുന്നത്, ഓരോരുത്തരും സ്വീകരിക്കുന്നത് ഭിന്നമായിട്ടാണ്. അപ്പോൾ അവിടെ എന്ത് ദ്രവ്യമാണുള്ളത്? ദ്രവ്യമൊന്നേ ഉള്ളായിരുന്നല്ലോ, അത് മാധ്യമമാണ്. ആ മാധ്യമം നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ എന്ത് വിനിമയം, ഇവരെന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പുറത്തുനിന്ന് ഒന്നും അറിയാത്ത ഇവരെന്ത് കുറേ നേരമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കാരണം അവിടെ ഒന്നും ഉരുവാകുന്നില്ല. നമ്മൾ ഇത്രയും നേരം വ്യാപരിച്ചിട്ട് നമുക്കൊരു കുടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു പാത്രം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് പ്രധാനപ്പെട്ട വിനിമയങ്ങൾ, കർമ്മങ്ങൾ, യജ്ഞങ്ങൾ അവയൊക്കെയും അദ്രവ്യങ്ങളാണ്, ദ്രവ്യമില്ലാതെയാണ് ഉണ്ടാവുക. ഓക്കെ, ദ്രവ്യം അവിടെ സഹായമായിട്ട് പശ്ചാത്തലത്തിലുണ്ടാവും. സങ്കല്പം കൊണ്ടാണ് സങ്കല്പാത് ജായതേ സർവം, സങ്കല്പം കൊണ്ടാണ് അവിടെ ഉണ്ടാവുക. ഒരു തരം സോഫ്റ്റ്വെയർ ഇഫക്റ്റ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ആത്മാവിൻ്റെതാണ്. അല്ല, ആത്മാവിൻ്റെ ജീവന്റെ സങ്കല്പം പിന്നെ ആദ്യം ബുദ്ധിയാകുന്ന കണ്ണാടിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അത് പുറത്തേക്ക് പ്രകാശ രൂപത്തിലോ ഇരുട്ടിൻ്റെ രൂപത്തിലോ വരുന്നു. ഊർജത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളുണ്ടല്ലോ. അതല്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം സാധിക്കത്തില്ല. ഇപ്പം ശബ്ദ ഊർജ്ജമാണല്ലോ. അത് ആദ്യം ആത്മാവ് അതിൻ്റെ നല്ല ചിന്തയോ ദുഷ്ടചിന്തയോ ആദ്യം പ്രതിഫലിപ്പിക്കുന്നു ബുദ്ധിയാകുന്ന കണ്ണാടിയിൽ. അത് പുറത്തേക്ക് പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അത് തന്നെ. അപ്പം ഇല്ല. ഇപ്പം ഞാൻ ഒരുത്തനോട് മനസ്സുകൊണ്ട് ഒരാളെ പറ്റി വിചാരിക്കുന്നു. അത് അയാളെ അപ്പം തന്നെ സ്വാധീനിക്കണമെന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും ഒരുപോലെ സ്വാധീനിക്കണമെന്നില്ല. നമ്മൾ വഴക്ക് പറയുന്ന ഒരാളെ പിന്നെ ഇപ്പം നമ്മൾ തന്നെ 4-5 തവണ നമ്മളുടെ കുട്ടികളെ വഴക്ക് പറയുമ്പോൾ വ്യത്യസ്ത സമയങ്ങളിൽ ശ്രദ്ധിച്ചാൽ അറിയാം, കുട്ടികളെ വഴക്ക് പറയേണ്ടി വരും. അവർ എപ്പോഴും ഒരേ രീതിയിലാണോ അതിൻ്റെ അർത്ഥം എടുക്കുക, ഒരേ രീതിയിലാണോ അവരെ ബാധിക്കുക? ചിലപ്പോഴവർ മറുപടി പറയും, തിരിച്ച് തർക്കുത്തരം പറയും. ചിലപ്പോഴവർ ആ കർമ്മം ചെയ്യുന്നതിന് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഇട്ടിട്ട് ഡെസ്പറേറ്റ് ആവും, ദുഃഖിച്ചിരിക്കും. അല്ലേ? നമ്മൾ ഒരേ വാക്കാണ് ഉപയോഗിച്ചത്, വ്യത്യസ്ത സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ധർമ്മത്തിൻ്റെ അടിത്തറയില്ലാതെ ഗതികെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവും. ആ തടസ്സങ്ങൾ തീർച്ചയായിട്ടും ആദിഭൗതികങ്ങളാണ്. ആദിഭൗതിക വ്യവസ്ഥയിലാണ് സംഭവിക്കുന്നത്. ഇതിനകത്ത് ആദിദൈവികമെന്ന് പറയാനില്ല, കാരണം പ്രകൃതി ശക്തികൾ ഇതിനകത്ത് ഇൻവോൾവ് ആകത്തില്ല. പ്രകൃതി ശക്തികളെന്ന് വെച്ചാൽ മഴ തുടങ്ങിയുള്ള സംഗതികളുണ്ടല്ലോ, അതെല്ലാം ഈശ്വരീയമായ വ്യവസ്ഥയിൽ വരുന്നതാണ്. അവയെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്നതിന് പരിധിയുണ്ട്. അത് പ്രേതകഥകളിലും മറ്റും സിനിമയിൽ കാണിക്കുന്ന പോലെ ഉള്ളൂ. നമ്മളിതങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഇരുട്ട് വ്യാപിക്കുന്നു, നിലാവ് വരുന്നു, പിന്നെ അതിലൂടെ പിന്നെ വ്യത്യസ്ത രൂപങ്ങൾ വരുന്നു, കൊടുങ്കാറ്റ് വരുന്നു, പേമാരി വരുന്നു, അതൊക്കെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഒരു സ്കോറിന് വേണ്ടി ഇടുന്നേ ഉള്ളൂ. അത് ഒരു യഥാർത്ഥം നടക്കുന്നില്ല. ഉള്ളൂ. ഇവിടെ അത് നടക്കുന്നത് ഇത് കൃത്യമായിട്ടും മാനസികമായ തലത്തിൽ, അതായത് ആദിഭൗതികമായിട്ടാണ്, പ്രാണികൾക്കിടയിലാണ്. നമ്മൾ പ്രാണധാരികളാണ്, അതാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. പ്രാണനെ ധരിച്ചവരാണ്.
ഓക്കെ, നമുക്കിപ്പോൾ ഇങ്ങനെയല്ല അനുഗ്രഹിക്കുന്നത്, ഇങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഒരു മാഗ്നറ്റിക് ഒരു കൃത്യമായൊരു സ്പിയർ ഉണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്നുണ്ട്. ഞാൻ അതാണ് വിട്ടുപോയി. ഇപ്പം അത് തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞില്ല, എവിടെ ഒന്നൊക്കെ ഒരു കണക്ഷൻ പോയി, എന്താണെന്ന് ചോദിച്ചില്ലേ? ധർമ്മശാസ്ത്രത്തിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, അവിടെയാണ് നമ്മൾ കട്ടായത്. ധർമ്മശാസ്ത്രത്തിൽ മനു പറയുന്നുണ്ട്, അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു പ്രശ്നത്തെ. പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്നു, മുതിർന്ന ഒരാൾ വരുന്നു, ഒരു വേദിയിലേക്ക് മുതിർന്ന ഒരാൾ വരുന്നു, പ്രായം കൊണ്ട്, അനുഭവം കൊണ്ട്, അറിവ് കൊണ്ടൊക്കെ മുതിർന്ന ഒരാൾ വരുന്നു. അല്ലെങ്കിൽ കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നു, അധ്യാപകൻ വരുന്നു, അധ്യാപിക വരുന്നു. അവർ എഴുന്നേറ്റില്ല എങ്കിൽ അവിടെ പിന്നെ സത്പ്രവണരായിട്ടുള്ള സാധാരണ ഈ സുമനസ്സുകളായിട്ടിരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് എഴുന്നേറ്റിരിക്കുമ്പോഴേക്കും അത് ലെവലാകും. അഭിവാദനം ശീലമാക്കണമെന്നാണ് അവിടെ പിന്നെ ധർമ്മശാസ്ത്രം ഉപദേശിക്കുന്നത്. വൃദ്ധ ഉപസേവ ചെയ്യണം, പ്രായമുള്ളവരെ നമസ്കരിക്കണം, ഓക്കെ, നമസ്തേ പറയണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഈ നമസ്തേ പറയുമ്പോൾ പ്രാണശക്തി ആത്മബദ്ധമാകും അഭിവാദനത്തിലൂടെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളൊപ്പം വരുന്ന ആൾക്ക് പ്രാണാദികളുടെ ബലം എത്ര കൂടി നിന്നാലും നമുക്കത് അനുകൂലമാകും. അല്ലെങ്കിലോ അവഗണിച്ചു എന്ന ബോധം അവിടേക്ക് എത്തുമ്പോൾ വിപരീതമായിട്ടുള്ള പ്രാണസഞ്ചാരം ഉണ്ടാകുന്നത് നമുക്ക് അസ്വസ്ഥതയുണ്ടാകും. അപ്പോൾ മുതിർന്ന ഒരാൾ വന്ന് ആ ആളുടെ സാന്നിധ്യം നമ്മൾ ബലം പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതേസമയം ഒന്ന് എഴുന്നേറ്റിരുന്ന് കഴിയുമ്പോഴോ അത് സെറ്റിൽഡ് ആകുന്നു. ഈ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്, അനവധി തവണ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് ഉണ്ടായിരിക്കാനാണ് ഇട. ആ ബുദ്ധിമുട്ടിന്റെ കാരണം ആ ആൾക്ക്, ആ വിശിഷ്ടമായ ആളുടെ മനസ്സിൽ തോന്നുന്ന ഒരു അനിഷ്ടമോ അല്ലെങ്കിൽ ഒരു അപ്രിയമോ അതാകാം അല്ലേ? അല്ല, പ്രാണൻ, അതായത് നമ്മളെക്കാൾ മുതിർന്ന പ്രാണനാണ് അവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെ പ്രാണനെ അധികരിത്തുന്നു. നമ്മൾ അറിഞ്ഞില്ല, നമുക്ക് മനസ്സിലൊരു പ്രശ്നം ഉണ്ടായില്ലല്ലോ, അയാൾക്കും മനസ്സിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ അറിവില്ലാത്തവനല്ലേ. ഇപ്പം നമ്മുടെയൊക്കെ പിള്ളേരിപ്പോൾ ഉണ്ടല്ലോ, കാലും വെച്ചിരിക്കും, നമ്മൾ ആരെങ്കിലുമൊക്കെ നടന്നു വന്നാലും അവരും ശ്രദ്ധിക്കത്തില്ല. പക്ഷെ നമുക്ക് അവരോട് വിപരീത ഭാവന അറിവില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് പോകത്തില്ലേ? പക്ഷെ ബുദ്ധിമുട്ട് അവർക്കാണ് ഉണ്ടാകുന്നത്. കാരണം പ്രാണവ്യാപാരം കൃത്യമാകത്തുകൊണ്ട് അവരുടെ ആരോഗ്യത്തെ ബാധിക്കും, അവരുടെ മാനസികാവസ്ഥ ബാധിക്കും, അത് അറിഞ്ഞാലും ഇല്ലെങ്കിലും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അത് എങ്ങനെ ബാധിക്കുന്നത് ചിന്തിച്ചോണം. ആയുർ, വിദ്യ, യശോബലം എന്തിനെയൊക്കെ ബാധിക്കുന്നു? 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ബാധിക്കും. ആയുസ്, വിദ്യ, യശസ്, ബലം. ആയുസ് കുറയ്ക്കും. മുതിർന്നവരുടെ പ്രാണവ്യവസ്ഥയോട് ചേരാതെ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആയുസ്സിനെ ബാധിക്കും. ഓക്കെ, വിദ്യ അറിവിനെ ബാധിക്കും, യശസ് പേരിനെ ബാധിക്കും, കീർത്തിയെ ബാധിക്കും, പിന്നെ ബലത്തെയും ബാധിക്കും. ഇതിൽ കൂടുതൽ എന്ത് ബാധീനം ഉണ്ടാവേണ്ടത്? ഈ വിഷയത്തിൽ ഈ രണ്ടുപേരും കോൺഷ്യസ് ആണെങ്കിലും അല്ലെങ്കിലും യെസ്, അത് തന്നെ. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, പ്രാണവ്യവസ്ഥയ്ക്കുള്ളിലാണ് നമ്മളെന്ന് പറയുന്നത്, നമ്മൾ പുലരുന്നത്. ഇപ്പം ജീവശബ്ദത്തെ നോക്ക്, പ്രാണനെ ധരിക്കുക എന്നതാണ് ജീവൻ എന്നതിൻ്റെ ലക്ഷണം തന്നെ. ആത്മാവുള്ള നമുക്ക് ആത്മാവിൽ ഭേദമില്ലല്ലോ, പിന്നെന്താണ് ഭേദം? അച്ഛനും അമ്മ ഈ പറഞ്ഞ ഭേദം എങ്ങനെ വന്നത്? അവിടെയാണ് പ്രാണധാരണത്തെ. പ്രാണൻ മൂപ്പെന്ന് പറയത്തില്ലയോ? നിന്നേക്കാൾ എനിക്ക് മൂപ്പുണ്ട് എന്ന് പറയത്തില്ലേ? ആ മൂപ്പ് അത് പ്രാണൻ്റേതാണ്. അപ്പോൾ ആ വ്യവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, കാരണം ഇനിയും അത് ഒരുപാട് അതിനകത്ത് ചിന്തിക്കാനുണ്ട്. ഇതെവിടെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്, ഈ ക്ഷുദ്രാദികളുടെ പ്രവർത്തനം എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ആത്മാവിനെ ബാധിക്കാൻ ഒരു ക്ഷുദ്രത്തിനും കഴിയില്ലല്ലോ. കാരണം നൈനം ചിന്തന്തി ശസ്ത്രാണി എന്ന് ഗീത ഉറപ്പ് തരുന്നു. ആത്മാവിനെ ബാധിക്കില്ല ഇത്, പക്ഷെ ബാധിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഗതിയെ ബാധിക്കുന്നുണ്ട്, അല്ലേ? അതിൻ്റെ സുഖാനുഭവത്തെ ബാധിക്കുന്നുണ്ട്. അതിനെ നേരിട്ട് മുറിക്കത്തില്ല, പക്ഷെ അവിടെയാണല്ലോ മാരണം. കുറേ ക്രിയകളുണ്ടല്ലോ, 7 ഷഡ്വിധ എന്ന് പറയുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ അത് 7 വിധമാണ്, 7 വിധമാണ് കേരളത്തിൽ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് പറയാം. അപ്പോൾ ഇതൊന്ന് പൂർത്തിയായിക്കോട്ടെ. അപ്പം നമുക്ക് ഇവിടെ പിന്നെ നിങ്ങളിനി ഈ ദർശനാദികൾ ആഴത്തിൽ പോകുമ്പോൾ മനസ്സിലാവും. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, ആത്മലോകം ഒന്നുണ്ട്, ഭൗതിക ലോകമുണ്ട് ആണല്ലോ, ശരീരത്തിൻ്റെയും മറ്റും. എലിമെൻ്ററി അല്ലെങ്കിൽ ആറ്റമിക്, സബ് ആറ്റമിക് സ്ട്രക്ചറാണ്
യൂണിവേഴ്സിനുള്ളതെന്ന് സയൻസ് പറയുന്നു. ആത്മാവാണ്, പരമാത്മാവാണ് എന്ന് ആധ്യാത്മിക ശാസ്ത്രങ്ങളും പറയുന്നു. അപ്പോൾ അതിൻ്റെ യൂണിറ്ററി നേച്ചർ ഉണ്ടല്ലോ, അതിനെ നമുക്ക് അങ്ങനെ ഒരു സിംഗുലാരിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. ഇതിൻ്റെ ഒരു അടുത്തിട്ട് എലിമെൻ്ററി നേച്ചറിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇതിൽ 25 തത്വങ്ങൾ, പുരുഷ ഇതി പഞ്ചവിംശതിർ ഗണ, ഇതിനെ മൊത്തം പഠിച്ചിട്ട് 25 പ്രധാനപ്പെട്ട തത്വങ്ങളുണ്ട് എന്ന് സാഖ്യം അതിൻ്റെ പേര് കൊണ്ട് തന്നെ സംഖ്യയിലാണല്ലോ ഇരിക്കുന്നത്. പ്രത്യേകം തിരിച്ചറിഞ്ഞ് എണ്ണി പറഞ്ഞെടുത്ത് എണ്ണി നോക്കുക, പ്രാണനില്ല. എന്താ ഒഴിഞ്ഞു പോയിരിക്കുന്നത്? പ്രാണനില്ല. വേദാന്തത്തിൽ ഇതിനെ വീണ്ടും ഈ പ്രാണനെ എണ്ണുന്നുണ്ട്. അതായത് 18ഉം 19ഉം ഒക്കെ എണ്ണത്തില്ലേ, പ്രകൃതിയുടെ തത്വങ്ങൾ എണ്ണുന്നത്, പ്രാണനില്ല. അപ്പോൾ ഇതെവിടുന്ന് വന്നു? പഞ്ചപ്രാണൻ, ദശപ്രാണൻ, ഉപപ്രാണൻ എന്നൊക്കെ പറയത്തില്ലേ, ഇതെന്ത്? ഇത് വസ്തുവല്ല, മറിച്ച് ബുദ്ധി എന്ന് പറയുന്ന അന്ധഃകരണം ശരീരത്തെ ധാരണം ചെയ്തുകൊണ്ട് ജീവനോടൊപ്പം, ആത്മാവിനോടൊപ്പമാണ് സൂക്ഷ്മ ശരീരമാകുന്ന ബുദ്ധി നിൽക്കുന്നത്. ആ ബുദ്ധി മുഖ്യപ്രാണൻ എന്ന് പറയും. ആ മുഖ്യപ്രാണൻ എന്ത് ചെയ്യുന്നു? ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി തുനിയുന്നത് മുതൽ, അതായത് ശരീരം എടുക്കുന്ന, ജനിക്കുന്ന ആ സമയം, ജനിക്കാന്ന് വെച്ചാൽ ആത്മാവാണെന്ന് ഓർത്തോണം, നിത്യമായ ആത്മാവ്, അതിന് വ്യത്യാസമൊന്നുമില്ല. അച്ഛൻ്റെയും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ ആത്മാവ് ഒന്ന് തന്നെയാണ്, ഒരേ പ്രായക്കാരാണ് അല്ലേ? പ്രായം വെക്കുകയാണെങ്കിൽ ഒരേ പ്രായക്കാരാണ്. പക്ഷേ ഇവിടെ കുഞ്ഞ്, അച്ഛൻ, അമ്മ ഈ ഭേദം വന്നു, അത് പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ വിഷയത്തിൽ പിന്നെ പ്രാണനെ ധരിക്കുക എന്ന കർമ്മം ജനനം മുതൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ലെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതൊട്ട് എടുത്തു കഴിഞ്ഞാൽ, പിന്നെ അതിനു വേണ്ടി ആത്മാവിന് അന്ധഃകരണമാകുന്ന ബുദ്ധി വേണം. ബുദ്ധി എപ്പോൾ ആത്മാവിനോട് ചേരുന്നു അതിനുശേഷമേ പ്രാണധാരണക്രിയ നടക്കുകയുള്ളൂ. എന്നുവെച്ചാൽ ശരീരത്തെ ചലിപ്പിക്കാനാവുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഇപ്പം ഇന്ദ്രിയങ്ങൾ ഓരോന്നും എടുക്കുമ്പോൾ കണ്ണിന് കാഴ്ച, ചെവിക്ക് കേൾവി, ഇങ്ങനെ ഓരോന്നിനും പ്രത്യേക ധർമ്മങ്ങളുണ്ടല്ലോ, നിയതമായ ധർമ്മങ്ങളുണ്ടല്ലോ. ചെവിക്ക് കാണാനാവില്ല, കണ്ണിന് കേൾക്കാനാവില്ല. കൃത്യം അത് മനസ്സിലാവുന്നുണ്ടല്ലോ ആ വ്യത്യാസം. അപ്പോൾ അത് വിശേഷധർമ്മം എന്ന് പറയും. ഇതും അകത്തിരിക്കുന്ന ഈ ബുദ്ധിയുടെ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിൻ്റെ തന്നെ പ്രവർത്തനങ്ങൾ തന്നെ. ഇന്ദ്രിയങ്ങളും സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അവയ്ക്ക് സാമാന്യധർമ്മമുണ്ട്, ജനറൽ ഫങ്ഷനാലിറ്റി ഉണ്ട്. ആ ജനറൽ ഫങ്ഷനാണ് പ്രാണൻ എന്ന് പറയുന്നത്. ആത്മാവും ശരീരവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അന്ധഃകരണം പ്രവർത്തിക്കുന്ന രീതി വിശേഷത്തിനാണ് പ്രാണൻ എന്ന് പറയുന്നത്. പ്രാണൻ എന്ന് പറയുന്നത് അത് വേറെ വസ്തുവല്ല. പ്രാണനൊരു ചെറിയ പ്രശ്നമാണോ? ഉദാനൻ, സമാനൻ എന്നൊക്കെ പറഞ്ഞ പഞ്ചപ്രാണന്മാർ അല്ലേ, ദേവദത്താദികൾ, പിന്നെ ദേവദത്തൻ മുതൽ ധനഞ്ജയൻ വരെ വരുന്ന ഉപപ്രാണങ്ങൾ അല്ലേ, അങ്ങനെ കിടക്കുകയല്ലേ. അപ്പം അവയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ സാധനം എന്തെന്ന് ചോദിക്കുമ്പോൾ അത് വസ്തുവല്ല, മറിച്ച് അന്ധഃകരണത്തിൻ്റെ പ്രവൃത്തിവിശേഷമാണ്. ഓക്കെ, അതായത് അന്ധഃകരണം ആത്മാവോടൊപ്പം സഞ്ചരിച്ച് സൂക്ഷ്മമായിട്ട് മുക്തിയിലേക്ക് പോയില്ല, വീണ്ടും ശരീരമെടുക്കാൻ വേണ്ടി വന്നു. ശരീരമെടുക്കുന്ന പ്രാണധാരണ കർമ്മം ആരംഭിക്കുന്നു. അപ്പം തൊട്ട് അത് ശരീരത്തെ ധാരണം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. അത് 5 ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെ പഞ്ചപ്രാണൻ എന്ന് പറയുന്നു. ഓക്കെ, ഈ പ്രാണശക്തിക്ക് നല്ല വ്യത്യാസം. നമ്മൾ എല്ലുവലം, എല്ലുമൂപ്പ് എന്നൊക്കെ പറഞ്ഞതെല്ലാം ആ പ്രാണശക്തിയുടെ വ്യത്യാസമാണ്. ഈ പ്രാണശക്തിയെ അഴിക്കാനും ഇണക്കാനും ഒക്കെ നമ്മുടെ മനസ്സിനും വാക്കിനും ശരീരത്തിനും നോട്ടത്തിനും ഒക്കെ കഴിയും. അതുകൊണ്ടാണ് സാധന ചെയ്യുന്നവർ പ്രാണായാമം ചെയ്യണം. ശ്വാസപ്രശ്വാസിവർ ഗതിവിച്ഛേദ പ്രാണായാമത്തിന് യോഗദർശനത്തിൽ പ്രാധാന്യം കൽപ്പിച്ചത് അതുകൊണ്ടാണ്. കിട്ടുന്നുണ്ടോ? അപ്പം ഇവിടെ ദുർമന്ത്രനാദം ഉൾപ്പെടെയുള്ള മുഴുവൻ സാധനങ്ങളും അതെന്തൊക്കെയാണെന്ന് നോക്കണം. പിന്നെ ഇവരുടെ കുറേ കൃതികളുണ്ട്. അതായത് വൈദികമെന്ന് ചിലർ പറയുന്ന, എനിക്കത് അത്രയും തോന്നിയിട്ടില്ല. ആംഗിരസകൽപ്പം എന്ന് പറയുന്ന അഥർവത്തിൻ്റെ ഭാഗമായിട്ട്, അഥർവത്തിൻ്റെ വേദത്തിൻ്റെ ഭാഗമല്ല, അഥർവ വേദ ശാഖകളുടെ ഭാഗമായിട്ട് കാണുന്ന ആംഗിരസകൽപ്പം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അതൊക്കെ പുതിയതായിരിക്കാനാണ്, അങ്ങനൊന്നും പഴയതായിട്ട് തോന്നുന്നില്ല. പിന്നെ തന്ത്രസാരം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്.
അതല്ല ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ബുദ്ധമതം. ഇതെല്ലാം ജ്യേഷ്ഠനും അനുജനുമാണ്. ഞാൻ പറഞ്ഞല്ലോ, മധ്യകാലത്തിലെ പിഴവുകളാണ്, വേദത്തെ വിട്ടുള്ള സഞ്ചാരത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്. ഓക്കെ, അപ്പോൾ വൈദികതയൊന്നുമില്ല. വൈദികത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ആദ്യം വൈദികത പറഞ്ഞത്. വൈദികത മിത്രസ്യ ചക്ഷുഷ സമീക്ഷാമഹേ, മിത്രദൃഷ്ടിയിലല്ല, നോക്കിക്കാണാനാവില്ല. അഹിംസയാണ് പരമമായ ധർമ്മം. അവിടെ നമുക്ക് വെറുപ്പോടുകൂടിയും ഹിംസയോടുകൂടിയും ഒന്നും പ്രവർത്തിക്കാനാവില്ല. തീർച്ചയായിട്ടും ഹിംസാദൃഷ്ടി അന്ന് ശത്രുതാ മനോഭാവത്തോടെ ആളെ കാണുമ്പോഴേ ഈ പറഞ്ഞ രീതിയിൽ ആഭിചാരം മാറുകയുള്ളൂ, ഉദ്ദേശം മാറുകയുള്ളൂ. അപ്പോൾ തന്ത്രസാരം അനുസരിച്ച് ഇവരുടെ ഒരു ബേസ് ടെക്സ്റ്റാണ് ഇത് പറയുന്ന ടെക്സ്റ്റ്. കാരണം നമുക്ക് ആളുകൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ കൂടുതൽ ഇവർ അനുശീലിക്കുന്നത് ഈ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഈ മന്ത്രവാദികൾ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇപ്പോഴും മന്ത്രവാദം ചെയ്യാൻ വേണ്ടി പുറത്തു പോയി വിജയിക്കുന്ന ആളുകളുണ്ട്. മറ്റു ദേശങ്ങളിൽ പോയിട്ട് മന്ത്രവാദം ചെയ്യുന്നതിന് കേരളീയരെ ആശ്രയിക്കുന്ന അനേക സ്ഥാനങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോഴും അത് വളരെ സജീവമായൊരു ബിസിനസ്സാണ്. ഇത് ഒരു എന്താണ് പറഞ്ഞത്, പിന്നെ ഏഴാണ് വിശേഷം രാഷ്ട്രീയക്കാർ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത ഏറ്റവും കൂടുതൽ നിലനിർത്തുന്ന രാഷ്ട്രീയക്കാരാണ്. അവരിവരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നുണ്ട്. അതെ. അപ്പോൾ അവിടെ പിന്നെ തന്ത്രസാരം അനുസരിച്ച് 6 കർമ്മം: മാരണം, മോഹനം, സ്തംഭനം, വിദ്വേഷണം, ഉച്ചാടനം, വശീകരണം. ഇതൊക്കെയും പ്രാണനിലാണ് നടക്കുന്നത്. ഈ ക്ഷുദ്രം എന്ന് പറയുന്ന സംഗതി അവിടെ ഇവിടെയൊക്കെ സാധനങ്ങൾ കുഴിച്ചിടുക. അപ്പോൾ കോഴിയുടെ തല, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ദ്രവ്യങ്ങൾ കുഴിച്ചിടുക എന്ന് പറയും. എന്നിട്ട് അതിലൂടെ ഇവർ സഞ്ചരിക്കണം, അല്ലെങ്കിൽ അതിനെ ഇവർ മറികടക്കണം. അതല്ലേ പറയുക. എപ്പോഴേ ഇത് ഫലിക്കുകയുള്ളൂ, അതിലൂടെ നടക്കണം, അല്ലെങ്കിൽ അത് മറികടക്കണം. വ്യക്തമാകുന്നുണ്ടല്ലോ. കാരണം ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മളുടെ പല ആളുകൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ പല വട്ടപ്പം എൻ്റെ ഭാര്യ ഉൾപ്പെടെ പലരും പല കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കഥ, 2 തരത്തിലാണിത് വരുന്നത്. ഈ പല കർമ്മങ്ങളെ നമുക്ക് 2 ഇതായിട്ട് ചുരുക്കാം. ഒന്ന്, ദ്വേഷത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്, അതായത് ശത്രുവിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി. മറ്റൊരാളെ ശത്രുപക്ഷത്തിലേക്ക് പോകാതെ അയാളെ അടുപ്പിക്കുവാൻ വേണ്ടി, ആണിനെ പെണ്ണിനെ അടുപ്പിക്കുവാൻ ചെയ്യുന്ന വശ്യം. ഓക്കെ, അപ്പം മാരണം, വശ്യം എന്നിങ്ങനെ 2ആയിട്ട് നമുക്ക് തന്നെ കാണാം. ചുരുക്കം, മൊത്തം ക്രിയകളെ 2ആയിട്ട് ചുരുക്കാം. അപ്പോൾ അതിൽ മാരണത്തിൻ്റെ ഉദാഹരണം ഇപ്പം എനിക്ക് ഭാര്യ പറഞ്ഞൊരു കഥയല്ല, അവരുടെ ജീവിതത്തിൽ അവർ വളരെ ഇതായിട്ട് ഓർത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അവരുടെ മുത്തശ്ശനുണ്ടായ ഒരു അനുഭവം. അപ്പോൾ വില്ലേജ് ഓഫീസറായിരുന്നു അദ്ദേഹത്തിന്. പിന്നെ നേരെ കോടതി വിഷയങ്ങൾ വന്നു, ഒരാരോപണം ഉണ്ടായി. അപ്പോൾ അതേ തുടർന്ന് ജോലിക്ക് വരെ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ടായ സമയത്ത് സത്യത്തിൽ പുള്ളി സത്യസന്ധനായ ഒരാളാണ്. പുള്ളി കൈക്കൂലി വാങ്ങില്ലായിരുന്നു. അപ്പോൾ ഇവർക്കത് 100% ഉറപ്പാണ്. പക്ഷേ കൈക്കൂലി ഉൾപ്പെടെയുള്ള സംഗതിയിൽ പെട്ടാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, അതിനകത്ത് അങ്ങനെ പെടുത്തി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് കുറേ വിഷയങ്ങളുണ്ടായി. അപ്പം അതിലൊരു മകന്, അവർ 6 മക്കളായിരുന്നു. അതിലൊരു മകന് വല്ലാത്ത രീതിയിലുള്ള ഈ ബാധയുണ്ടായിട്ട് അത് എന്തോ ഒരു മരുന്ന് കുത്തിവെച്ച്, പെൻസിലിന് എന്തോ ആണ്, അത് വിപരീതമായതാണ്. മസിൽസ് എല്ലാം വല്ലാത്ത രീതിയിൽ വീങ്ങി, അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോയി, ആരോഗ്യ പ്രശ്നങ്ങൾ. ഇങ്ങനെ ആ ഒരു കുടുംബം ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അവളുടെ അച്ഛൻ, അദ്ദേഹം വർക്ക് ചെയ്ത സ്ഥലത്ത് അതിനോടടുത്ത്, അത് ഈ അടൂർ ചന്ദനപ്പള്ളി ഭാഗത്താണ്, അവർ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു കുറച്ചുകൂടെ പ്രത്യക്ഷമായ ഒരു ഉദാഹരണം ഞാൻ പറയുന്നുള്ള ഓർമ്മയാണ്. അപ്പോൾ അവർ പറയുന്നത് അവിടെ കടമറ്റത്ത് കത്തനാരുടെ ഉപാസന ചെയ്യുന്ന, അല്ലെങ്കിൽ ആ പരമ്പരയോട് ബന്ധപ്പെട്ട ഒരു സുഹൃത്ത്, ഒരു അച്ഛനോ മറ്റോ ഇങ്ങനെ കൊള്ളാമെന്ന് അദ്ദേഹത്തിൻ്റെ എൻ്റെ വൈഫിൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് നിർദ്ദേശിച്ചു. അദ്ദേഹത്തെ ചെന്ന് കണ്ടു. അദ്ദേഹം അവിടെ ചെന്നു. അപ്പം ഇവർ തമ്മിൽ കണക്റ്റഡ് അല്ല. ഞാനത് വീണ്ടും ചോദിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, നമ്മൾ ഈ തന്ത്രവും മന്ത്രവും ഇതൊക്കെ തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ട് ജ്യോതിഷി പറയും ഇന്നടത്ത് പോകണം, അയാൾ പറയും ഇന്ന ജ്യോതിഷിയെ കാണണം, അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് രസം അതല്ല, അവിടെ ചെന്ന് അവരുടെ വീട്ടിൽ അദ്ദേഹം ചുറ്റും ഒന്ന് നടന്നിട്ട് ഇന്ന ഭാഗങ്ങൾ, അപ്പോൾ ഈ വയ്യാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മകനുണ്ടല്ലോ, അയാൾ തന്നെയാണ് ഇതെല്ലാം കുഴിച്ചെടുക്കാൻ വേണ്ടി കൂടെ നിന്ന്. പുള്ളി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ഇത് കുഴിച്ചെടുത്തു. അവിടുന്ന് ഇവിടുന്നൊക്കെ ഈ പറഞ്ഞ പോലെ മീൻതലയോ മുട്ടയിലെഴുതിയതോ കോഴിത്തലയോ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കുഴിച്ചെടുത്തു. അപ്പോൾ അതിനുശേഷം അവർ പറയുന്നത്, അതിനുശേഷം കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നു. പുള്ളിയുടെ ജോലിയുടെ അസ്വാരസ്യങ്ങൾ അതെല്ലാം മാറി. ഈ
അമ്മാവൻ്റെ ആരോഗ്യവും ശരിപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. അപ്പോൾ ഈ ആൾക്ക് ഇവിടെ ഇങ്ങനെ നടന്നു എന്നുള്ളത് അറിയത്തില്ല, ആരോ ചെയ്തതാണ്. അപ്പോൾ ഇദ്ദേഹം സത്യസന്ധനാണ്, കൈക്കൂലി മേടിക്കാത്തവനാണ്, കൈക്കൂലി മേടിക്കാതെ പലരുടെയും പിന്നെ വെറുപ്പ് നേടി ആ ശത്രുത വർദ്ധിച്ചിട്ട് പുള്ളിക്കെതിരെ ആഭിചാരം ചെയ്തു എന്നതാണല്ലോ അതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. പിന്നെ അപ്പം മാരണം എന്ന് പറഞ്ഞൊരു സംഗതി, അല്ലെങ്കിൽ അതിൻ്റെ ക്ഷുദ്രം എന്ന് പറഞ്ഞ ആ ക്രിയ, അതാണ് അവിടെ നടന്നത്. ഇത് കൈവശമല്ല. കൈവശം എന്ന് വെച്ചാൽ നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് നൽകുന്നതാണ്. ഇതൊന്ന്. പിന്നെ മറ്റൊരു കാര്യമുള്ളത് പിന്നെ വശ്യം എന്ന് പറയുന്നത്. അതിൻ്റെ How do you attribute to the scientific working of that? അത് മറ്റൊരു വിഷയം. ഞാൻ പറയുകയാണ്, മോഡ് പറയുകയാണ്, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. പിന്നെ ഇതെനിക്ക് തോന്നുന്നു സമയം നമ്മുടെ നീണ്ടു പോകുന്നേ, 9:30 സമയം വൈകുന്നു എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞു. നമുക്ക് ഇവിടം വരെ നിർത്തിക്കൊണ്ട് അടുത്ത ഘട്ടത്തിൽ നമുക്ക് വീണ്ടും ചെയ്യാം. കാരണം ഇതൊരു ചെറിയ വിഷയമല്ല. എനിക്കതിൻ്റെ ഒരു പ്രാഥമിക പശ്ചാത്തലം ഒരുക്കാൻ കഴിഞ്ഞോ വിഷയത്തിൻ്റെ? അടുത്തതിലേക്ക് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകും. കാരണം ഇതിനകത്ത് ഈ സ്തംഭനം, ഉച്ചാടനം എന്നൊക്കെ പറയുന്ന അത്തരം ക്രിയകൾ എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അറിയാൻ കഴിയും ഇതിൻ്റെ വർക്കിംഗ് പ്രൊസീജിയർ എന്താണെന്നുള്ളത്. ഇതൊരു വളരെ ദീർഘമേറിയ വിഷയമാണ്, ആ. ഗഹനമായ വിഷയം. ആ. ഒരുപാട് തലങ്ങളിലേക്ക് പോകാനുള്ളതാണ്. ഉം. നമുക്ക് ഇത് അത്ര തുടർന്നാൽ പോലെ ഇങ്ങനെ അതെ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതിന്റെ തുടർച്ച നോക്കി വെച്ചോളൂ. അതിന്റെ സംശയങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചുകൊണ്ട് തുടർന്ന് പോവാം. പക്ഷേ ഇതിനകത്ത് പറഞ്ഞ ബേസ് കാര്യങ്ങൾ ഓർക്കണം. കാരണം ആ ധർമാദികളുടെ സ്വഭാവം അറിയാതെ, അതായത് വൈദികമായിട്ടുള്ളതിൻ്റെ അടിസ്ഥാനം അറിഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ മേൽ വെച്ചിരിക്കുന്ന കെട്ടിവയ്പ്പുകളെ, മായകളെ, ഇന്ദ്രജാലങ്ങളെ തിരിച്ചറിയാനാവില്ല. അതാണ് അതിന്റെ ബേസ് ആയിട്ട് പറഞ്ഞത്. ആ. അതെ, ഞാൻ അതിനുവേണ്ടി അത് പറഞ്ഞത്. കാരണം പിന്നീട് ഇതിങ്ങനെ പോവുക. ഇതൊരു ഈ അസുരലോകം എന്ന് പറഞ്ഞതിന് പിന്നെ അളവൊന്നുമില്ല. പക്ഷെ മറ്റേത് അറിഞ്ഞാലേ ഇതിൻ്റെ പിന്നെ റൂട്ടിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ. എന്തായാലും അടുത്തതിലേക്ക് പോവാം. നിങ്ങൾക്ക് അത് ഗുണകരമാണ് എങ്കിൽ ഈ മട്ടിൽ നമുക്കതിനെ കൂടുതൽ അല്ല, അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വളരെ അതായത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളതിനെ തള്ളിക്കളഞ്ഞിട്ടൊരു വിഷയമാണ്. പക്ഷെ പലരും അത് ഇങ്ങനെ ഗുണകരമായിട്ടുള്ളതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ഇപ്പൊ നമ്മുടെ മുതജി ചോദിച്ച പോലെ ഇതെങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ള ആ ചോദ്യം, ഇത് വർക്ക് ചെയ്യപ്പെടുക എന്നുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോ ഇത് രണ്ടിനെയും തിരിച്ചറിയപ്പെടും. വൈദികമായിട്ടുള്ളതിന് അവൈദികമായിട്ടുള്ളതിന് തിരിച്ചറിയപ്പോഴാണ് വൈദികമായിട്ടുള്ളതിന്റെ ശ്രേഷ്ഠതയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോ അതിന് ഇത് വളരെ പ്രയോജനകരമാണ്. ഏതായാലും